നാം വായിച്ച ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് വേഗത്തിൽ പോകുകയാണ്. നാം വാസിച്ച വേദവചനത്തിലേക്ക് നേരായി കടന്നു വരുമാകെ ഈ വിശുദ്ധ വചനത്തിനകത്ത് നാം വായിച്ചത് നമ്മെ സ്വർഗ്ഗത്തിൽ ഇരുത്തുന്ന ഒരു ശുശ്രൂഷയാണ് നാം ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ട വാക്ക്. இந்த வேத புத்தகத்தில் நாம் வாசித்த வசனம் நம்மை பரலோக ராஜ்யத்திலே கொண்டு சேர்க்கிறதான ஒரு கர்த்தருடைய கிருபையை குறித்து வாசித்தோம். ഇന്ന് പാടിയ പാട്ട് ഒക്കെ ആമേ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഗ്രഹിക്കുന്ന പ്രത്യാശയുടെ പാട്ടാണ് പാടിയത്. இன்னைக்கு இங்க பாடின பாடலானது ஆமென் அது பரலோக சம்பந்தமான அந்த எதிர்பார்ப்பை குறித்ததான பாடல்களாய் இருந்தது. അപ്പോൾ എനിക്ക് ദൂത് വെളിപ്പെട്ട് കിട്ടിയപ്പോഴും ഇവിടെ പാടിയപ്പോഴൊക്കെ ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവ നിയോഗമായിട്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കിയാണ്. ஆமென் இங்க பாடின பாடல்களும் எனக்கு கிடைத்த வெளிப்பாடை வைத்து இன்னைக்கு கர்த்தர் ஆமென் இந்த காரியங்களை இங்க செய்ய போகிறார் என்பதை நான் விசுவாசிக்கிறேன். നമ്മെ ദൈവ സ്വർഗ്ഗത്തിലിരുത്താൻ പോകുകയാണ്. தேவன் நம்மை பரலோகத்திலே உட்கார வைக்க போகிறார். സ്വർഗ്ഗം വേണം ഉദ്ദേശിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയാട്ടെ. பரலோகம் வேண்டும் என்று சொல்லுங்கள், கரமை தள்ளியே சொல்லுங்க. ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത് ഒരു വ്യക്തിയെങ്കിലും സ്വർഗ്ഗത്തിലെത്തണം, അതാണ് ഏറ്റവും വലിയ പദ്ധതി ഇരിക്കുന്നത്. இந்த ஊழியத்துடைய நோக்கம் ஒரு நபராயிலும் பரலோகத்திலே கடந்து போக வேண்டும் என்பதுதான். അത് തന്നെയാണ് ഇത്രയും വില മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്നതിന്റെ കാര്യമല്ല, ഒരു വ്യക്തിയെങ്കിലും സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശിയായി മാറണം. இவனுமாய் பல பணங்களை முடக்கி இந்த கூட்டங்களை ஆமென் அரேஞ்ச் பண்ணது ஒரு நபராயிலும் கர்த்தருடைய ராஜ்யத்திலே செல்ல வேண்டும் என்ற நோக்கத்தோடு ആ സ്വർഗ്ഗത്തിലെത്താതെ വണ്ണം തടയുന്ന ചില മേഖലകളെ ആത്മാവിൽ മനസ്സിലാക്കി അവിടെ ജയിക്കുക, നാം സ്വർഗ്ഗത്തിലെത്തുകയാകുന്നു ഇന്ന് രാത്രി മെസ്സേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ஆமென். அப்படி அந்த பரலோக ராஜ்யத்திலே போவதற்கு தடையாய் இருக்கிற அந்த அந்தகார மண்டலத்தை தகர்த்து ஆமென் பரலோக ராஜ்யத்தை நோக்கி செல்ல வேண்டும் என்பதுதான் இன்றைக்கு செய்தியினுடைய தலைப்பு. ഹല്ലേലൂയ. Praise the Lord. ഈ വാക്യം എഫേസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. എഫേസ്യർ 2-ാം അധികാരം 6-ാം വചനത്തെ വാസിച്ചു. 6 അധ്യായം 154 വാക്യമുണ്ട്. இதற்குள் 6 அதிகாரங்களும் 154 வசனங்களும் உண்டு. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ വെച്ച് പൗലുடைய 14 നിരുപങ്ങളിലെ 4 ലേഖനങ്ങൾ പൗലോസിന്റെ കാരാഗൃഹത്തിൽ ജയിലിൽ കിടക്കുന്ന വരുന്നത് ലേഖനമാണ്. 4 നിരുപങ്ങൾ പൗൽ സിறைச்சாலையில் இருந்து கொண்டு எழுதின நிருபமாய் இருக்கிறது. 1 എഫേസ്യ ലേഖനം, 1 എഫേസ്യ നിരുപം, 2 ഫിലിപ്പിയ ലേഖനം, 2 ഫിലിപ്പിയർ, 3 കൊലോസ്യ ലേഖനം, 3 കൊലോസിയർ, 4 ഫിലോമോൻ ലേഖനം, 4 ഫിലോമോൻ എന്ന നിരുപം. ഈ 4 ലേഖനം കാരാഗൃഹത്തിനകത്ത് വെച്ച് എഴുതുന്ന ലേഖനമാണ്. இந்த 4 நிருபங்களை அவர் சிறைச்சாலையின் அனுபவத்திலிருந்து எழுதுகிறார். കൊലോസ്യ ലേഖനം പരിശുദ്ധാത്മാവ് തനിക്ക് വെളിപ്പാട് കൊടുത്തപ്പോൾ, കൊലോസ്യ നിരുപത്തെ കുറിച്ച് പരിശുദ്ധ ആവിയാനവർ തനിക്ക് വെളിപ്പാട് കൊടുത്ത പൊழுது ഈ ഭൂമിയിലേക്ക് 2026 വർഷങ്ങൾക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്തെന്നുള്ള തിട്ടമായി വെളിപ്പാടാകുന്നു കൊലോസ്യ ലേഖനത്തിനകത്ത് പൗലോസ് രേഖപ്പെടുത്തിയ വാക്ക്. கொலோசிய நிருபத்தில் 2026 ஆண்டுகளுக்கு முன்பதாக இயேசு கிறிஸ்து எதற்காக வந்தார் என்பதை மிகவும் திட்டமாய் வெளிப்படுத்துகிற நிருபம் தான் கொலோசிய நிருபம். ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ആട്ടിൻകുട്ടി പഴയ നിയമത്തിൽ യാഗമർപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ആ മൃഗത്തിന്റെയോ ആട്ടുകൊറ്റിന്റെ രക്തം കൊണ്ട് ശക്തമാകത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിന്റെ പിതാവാം ദൈവത്തെ ഏകജാത പുത്രനെ തന്നെ ചോര ഊറ്റി തന്ന ജനത്തെ വിടുവിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ശ്രേഷ്ഠത വിവർത്തിക്കുന്നതാകുന്നു കൊലോസ്യ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ஆதாமின் நாட்களிலே ஒரு ஆட்டுக்குட்டியை அடித்து அதை பலி செலுத்தி அந்த பலியானது மனிதனுடைய பாவத்தை மன்னிப்பதற்கு போதுமானதா இல்லை என்பதை உணர்ந்து ஆமென் இந்த புதிய நியமத்திலே ஆண்டவராக இயேசு கிறிஸ்து மூலமாய் அவருடைய இரத்தம் சிந்தப்பட்டு மனுஷன் பாவத்திலிருந்து மீட்கப்படும் என்பதை இங்கே வெளிப்படுத்தப்படுகிறது. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്തെന്ന് കൊലോസ്യ ലേഖനത്തിനകത്ത് കാരാഗൃഹത്തിൽ കിടക്കുന്നവരുടെ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി എഴുതി രേഖപ്പെടുത്തിയപ്പോൾ கிறிஸ்துவுடைய அந்த மகத்துவங்கள் என்ன என்பதை பவுல் ஆமென் சிறைச்சாலையில் இருந்து கொண்டு ஆமென் கொலோசிய நிருபத்திலே அதை வெளிப்படுத்துகிறார். അത് നിർത്തി ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നിർത്തിയപ്പോൾ തന്നെ கிறிஸ்துவுடைய அந்த உன்னத காரியங்களை அவர் எழுதி நிறுத்தின உடனே ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന തിരുസഭയിലെ സഭ അംഗങ്ങളായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായ സഭയുടെ ശ്രേഷ്ഠതയെന്ന് വിവർത്തിക്കാൻ തക്കവണ്ണമാണ് ഈ എഫേസ്യ ലേഖന പൗലോസ് എഴുതുവാടിയാക്കിയത്. அதற்கு பிற்பாடு கிறிஸ்துவின் இரத்தத்தினால் வீண்டெடுக்கப்பட்ட சபையினுடைய உன்னத காரியங்கள் என்ன என்பதை குறித்தும் பவுல் இந்த கொலோசிய நிருபத்திலே வெளிப்படுத்தி வைத்திருக்கிறார். ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ശക്തമാണെങ്കിൽ, கிறிஸ்துவுடைய அந்த மகத்துவங்கள் அது வல்லமை உள்ளதென்றால், ആ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട
വീണ്ടെടുക്കപ്പെട്ട തിരുസഭയുടെ അങ്ങനെ ശ്രേഷ്ഠത എന്തെന്ന് എഫേസ്യ ലേഖനത്തിനകത്ത് വിവരിക്കുന്നുണ്ട്. ആമേൻ. അതുപോലെ യേശു ക്രിസ്തു രക്തത്തിനാൽ വീണ്ടെടുக்கப்பட்ட സഭയിனுடைய மகிமை என்ன என்பதை குறித்தும் இந்த கொலோசிய நிருபத்திலே அவர் வெளிப்படுத்தி இருக்கிறார். ഒരു മണവാളന് ശ്രേഷ്ഠത ഉള്ളതുപോലെ തന്നെ മണവാട്ടിക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് ഈ പുസ്തകം ആവർത്തിക്കുകയാണ്. ஒரு மணவாளனுக்குள்ள கனத்தை போல அந்த மணவாட்டியாகிய சபைக்கு வந்த கனம் உண்டு என்பதை அவர் வெளிப்படுத்துகிறார். ആ മണവാളന്റെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നത് മണവാട്ടിയെ കുറിച്ച് ദൈവമേ മണവാളന്റെ ഏറ്റവും ഉദ്ദേശമാകുന്നു. அந்த மணவாட்டியை மணவாளுடைய ராஜ்யத்திலே கொண்டு சேர்ப்பதுதான் அந்த மணவாளுடைய மிகுந்த நோக்கமாக இருக்கிறது. ഈ എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് വാക്ക് ആവർത്തിക്കുന്നുണ്ട്. இந்த எபேசிய நிருபத்திலே அதை தெளிவாக வெளிப்படுத்தி இருக்கிறார். എനിക്ക് വേണ്ടി വാക്യം സ്പീഡിൽ വായിച്ചാൽ പറ്റുമെങ്കിൽ அந்த வசனத்தை துரிதமாக எனக்காக நீங்கள் வாசிப்பீர்கள். എഫേസ്യർ 1-8 വാക്യം. எபேசியர் 1:8 வாசிப்போம். ആന്റി ഉറക്കി വായിക്കാം ആന്റി. சத்தமா வாசிங்க. அவர் சகல ஞானத்தோடும் புத்தியோடும் எங்களிடத்தில் பெருக பண்ணினார். காலங்கள் நிறைவேறும் போது അവിടെ ഒരു വാക്കുണ്ട് കൃപാ മഹത്വം എന്നൊരു പദം തമിഴിലെ ഭാഷയിൽ കൃപാ മഹത്വം. ആമ കൃപൈ ജ്ഞാനത്തോടും. കൃപാ ജ്ഞാനം. താങ്ക് യു. ഒന്ന് ആമേ കർത്താവിന്റെ സഭയ്ക്ക് കൃപയുടെ മഹത്വം ദൈവം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. கர்த்தருடைய சபைக்கு அந்த கிருபையின் மகத்துவத்தை அவர் ஏற்படுத்தி வைத்திருக்கிறார் என்பதை வெளிப்படுத்துகிறது. 18 വാക്യത്തിനകത്ത് 18 വചനത്തിനുള്ളിൽ കൃപയുടെ മഹത്വം പ്രാപിക്കപ്പെട്ട അവ മണവാട്ടിക്ക് വേണ്ടി ഒരു മഹിമ ധനം എന്നൊരു വാക്ക് തമിഴിൽ ഒന്ന് വായിച്ചു നോക്കാമോ? பரிசுத்தவான்களிடம் தாம் தம்மை அழைத்ததினாலே நமக்கு உண்டாயிருக்கிற நம்பிக்கை இன்னதென்றும் பரிசுத்தவான்களிடத்தில் தமக்கு உண்டாயிருக்கிற சுகந்தரத்தினுடைய மகிமையின் ஐஸ்வர்யம் இன்னதென்றும். മഹിമയുടെ ഐശ്വര്യം ഓർക്കണം. അപ്പൊ ഒന്ന് കൃപയുടെ ധനമെന്ന് 1-8 വാക്യത്തിൽ തിരുസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ആമേൻ கிருபையினுடைய ஞானம் ஆமென் ஞானத்தோடு புத்தியோடும் என்று 8 വചനത്തിൽ சொல்லும் பொழுது അതേ 18 വാക്യത്തിൽ ആ തിരുസഭയുടെ മണവാട്ടിക്ക് വേണ്ടി അടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വാക്കാകുന്നു മഹിമയും ധനം എന്ന വാക്കാണ്. அந்த மணவாட்டி சபைக்கு அடுத்ததாக கிறிஸ்து வைத்திருக்கிறது மகிமையின் ஐஸ்வர்யம் என்பதை சொல்லப்படுகிறது. 2-6 വാക്യത്തിൽ 2 அதிகாரம் 6 வசனத்தில் ആ കൃപയുടെ അത്യന്ത ധനമെന്ന 3ാമത്തെ കാറ്റഗറിയിലേക്ക് വരികയാണ്. அந்த கிருபையின் மகா மேன்மையான ஐஸ்வர்யத்தை என்று 3வது காரியத்தை சொல்கிறார். ഇനി 4-ാം അധ്യായത്തിന്റെ 20 വാക്യത്തിൽ 4 அதிகாரம் 20 വചനത്തിൽ ഞാൻ ചോദിക്കും നിനക്കും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ആ ശക്തി തിരുസഭയ്ക്ക് വേണ്ടി മാറ്റുന്ന ശക്തിയാണ്. நாம் வேண்டிக் கொள்வதற்கும் நினைக்கிறதற்கும் மிகவும் அதிகமாய் நமக்குள்ளே கிரியை செய்கிற அந்த வல்லமையின்படியே நமக்கு செய்ய வல்லவராய் அவர் இருக்கிறார். ആമേൻ. 4-ാം അധ്യായത്തിന്റെ 16 വാക്യത്തിനകത്ത് 4 அதிகாரம் 16 വചനത്തിൽ ആ തിരുസഭ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ശ്രോത്ര, அந்த திருசபையானது சரீர வளர்ச்சியை உண்டாக்குகிறது என்று சொல்லப்படுகிறது. 5-ാം അധ്യായത്തിന്റെ 15 വാക്യത്തിൽ 5 அதிகாரம் 15 വചനത്തിൽ തിരുസഭയോട് വിളിച്ചു പറയുന്നു சபையோடு அவர் அழைத்து சொல்கிறார், നിങ്ങൾ സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്യാവൂ. நீங்கள் ஆமென் ஞானமாய் நடக்க வேண்டும் என்று சொல்கிறார். അതിന്റെ ആ ജ്ഞാനമാ നടന്നില്ല എങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്ന ട്രാപ്പ് ഉണ്ടെന്ന് ആ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. அந்த 16 வசனத்தில் நீங்கள் ஞானமாய் நடக்கவில்லை என்றால் உங்களை வஞ்சிக்கிற பொல்லாதவைகள் உண்டு என்பதை வேதம் சொல்கிறது. 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ 6 அதிகாரத்துடைய 18 வசனத்தில் തിരുസഭ പ്രാർത്ഥനയിൽ പോരാടി അവൻ ജയിക്കാൻ അത് ആത്മാവിനെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. திருசபையானது ஆமென் வேண்டுதலோடு விண்ணப்பத்தோடும் ஆவியினால் ஜெபம் பண்ணி கொள்ள வேண்டும் என்று சொல்லப்படுகிறது. 6 അധ്യായത്തിലെ 154 വാക്യത്തിനകത്തും இந்த 6 அதிகாரத்தில் 154 വചനത്തിനുള്ളിൽ എനിക്ക് അല്ലെങ്കിൽ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയുടെ അംഗമായി എനിക്ക് വെച്ചിരിക്കുന്ന മഹിമ സ്ഥാനം എന്തെന്ന് ഈ എഫേസ്യർ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശു രക്തத்தினால் വീണ്ടെടുக்கப்பட்ட சபையாய் இருக்கிற இந்த சபையாகி எனக்கு தேவன் வைத்திருக்கிற அந்தஸ்தை மகிமையை குறித்து சொல்லப்படுகிறது. പൊസിഷൻ പദവി പദവിയാണത് ഏറ്റവും ശ്രേഷ്ഠ പദവിയാണ്. അത് മികവും ഉന്നതமான പദവി. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? കരമുയർത്തി ഒരു ഹല്ലേലൂയ சொல்லுங்க. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഒന്നു കൂടെ சொல்லுகிறேன். കൊലോസ്യ ലേഖനം ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വിവരിക്കുമ്പോൾ കൊലോസ്യ നിരുപം ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പേശും പൊழுது എഫേസ്യ ലേഖനം സഭയുടെ മഹത്വത്തെ ശ്രേഷ്ഠിക്കുന്ന സ്തോത്രം. എഫേസ്യ നിരുപം സഭയുടെ മഹത്വത്തെ കുറിച്ച് പേശുகிறது. അപ്പോൾ അങ്ങനെയാണെങ്കിൽ அப்படி என்றால் ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്തെന്ന്
ആ വെളിപ്പാട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രേഷ്ഠതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. கிறிஸ்துவுடைய மகிமை என்ன என்பதான அந்த வெளிப்பாட்டை நாம் பெற்றுக்கொள்வோம் என்றால் நம்முடைய மகிமை என்ன என்பதை குறித்த அந்த வெளிப்பாட்டை நாம் பெற்றுக்கொள்வோம். അപ്പോൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ശക്തമാണെങ്കിൽ கிறிஸ்துவுடைய மகிமை அது உன்னதென்றால் സഭയുടെ മഹിമ അതേ ശ്രേഷ്ഠത വെളിപ്പെടുകയാണ്. சபையுடைய மகிமை அது மிக உன்னதமாக இருக்கிறது. ആ ശ്രേഷ്ഠത നാം പ്രാപിച്ചത് കൊണ്ടാണ് ലോകം വേണ്ട, ജഡം വേണ്ട, പാപം വേണ്ട എന്ന് പറയാൻ കാരണം. அந்த மகத்துவத்தை நாம் பெற்றுக்கொண்டபடியினால்தான் உலக மாமிசம் உலக வேண்டாம் என்று சொல்லுகிறோம். അത് പാപത്തെ വേണ്ടെന്ന് വെക്കാൻ കാരണം ക്രിസ്തുവിന്റെ മഹത്വവും ദൈവരാജ്യത്തിന്റെ മഹത്വവും വെളിപ്പാട്ടിന്റെ സഭയ്ക്ക് ഈ ലോകത്തെ ഇച്ഛകൾ വേണ്ട. ஆமென். பாவத்துடைய காரியமும் உலகத்துடைய காரியமும் ஆமென் பரலோக ராஜ்யத்துடைய மகிமை குறித்து அறிந்த கிறிஸ்துவுடைய சபைக்கு அது வேண்டாம். കൈ തട്ടി ഒന്ന് സ്തോത്രം ചെയ്യാമോ? கையை தட்டி ஒன்று ஸ்தோத்திரம் பண்ணுங்க. ശക്തമായി, நல்ல ഉത്സാഹത്തോടെ, ശക്തമായി, ഇന്ന് ബലത്തോടെ, ശക്തമായി, ഇന്ന് ബലത്തോടെ. ഓക്കെ. അപ്പോൾ ഈ 6 അധ്യായത്തിനകത്ത് இந்த 6 அதிகாரத்துக்குள்ளே 36 പ്രാവശ്യം 36 தடவை ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ ക്രിസ്തുവിനകത്താണെന്ന് പൗലോസ് പറയുന്നു. நீங்கள் கிறிஸ்துவுக்குள்ளாய் இருக்கிற என்று பவுல் சொல்லுகிறார். പൗലോസിന്റെ ശുശ്രൂഷയുടെ பவுலுடைய ஊழியத்தில் 14 ലേഖനത്തിനകത്ത് വെച്ചും 14 നിരുപങ്ങളുക്കുള്ളാലെ 160 പ്രാവശ്യം 160 തടവൈ തെളിഞ്ഞും ഉറഞ്ഞും പറയുന്ന വാക്കാകുന്നു ഞാൻ ക്രിസ്തുവിൽ, നിങ്ങൾ ക്രിസ്തുവിൽ, നാം ക്രിസ്തുവിൽ. സ്തോത്രം. தெளிவாகவும் மிகவும் நிச்சயமாகவும் சொல்லுகிறார். நான் கிறிஸ்துவில் இருக்கிறேன், நீங்களும் கிறிஸ்துவில் இருக்கிறீர்கள் என்று சொல்லப்படுகிறது. നാം ക്രിസ്തുവിൽ, நாம் கிறிஸ்துவில் இருக்கிறோம் என்று சொல்லப்படுகிறது. നമുക്കൊന്ന് ആവർത്തിച്ച് പറയാമോ? ஒன்னு நாம் சேர்ந்து சொல்லலாமா? കര കൊടുത്താട്ടെ. பக்கத்துல கை கொடுங்களேன். ഞാൻ ക്രിസ്തുവിൽ, நான் கிறிஸ்துவில், നിങ്ങൾ ക്രിസ്തുവിൽ, நீங்கள் கிறிஸ்துவில், നാം ക്രിസ്തുവിൽ. நாம் கிறிஸ்துவில். ഒന്നുകൂടെ, ഞാൻ ക്രിസ്തുവിലാണ്, நான் கிறிஸ்துவில், നിങ്ങൾ ക്രിസ്തുവിലാണ്, நீங்கள் கிறிஸ்துவில், നാം ക്രിസ്തുവിലാണ്. நாம் கிறிஸ்துவில். ഒന്നുകൂടി ഉറക്കെ പറഞ്ഞാട്ടെ. ஒன்று கூட சத்தமா சொல்லுவோம். ദേശം കേൾക്കട്ടെ, தேசத்தார் கேட்கட்டும். ആദ്യം ഞാൻ, ഫസ്റ്റ് വൺ, ഞാൻ ക്രിസ്തുവിൽ. முதலாவது நான் கிறிஸ்துவில், നിങ്ങൾ ക്രിസ്തുവിൽ, நீங்கள் கிறிஸ்துவில், നാം ക്രിസ്തുവിൽ. நாம் கிறிஸ்துவில். ഒരു പ്രാവശ്യം കൂടെ. ஒன்று கூட കരമിതൊന്ന് സ്തോത്രം ചെയ്താട്ടെ. கரமுயர்த்தி அல்லேலூயா சொல்லுங்கள். കൈ വീശി വീശി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. நல்ல கை அசைத்து அல்லேலூயா சொல்லுங்கள். സത്യം പറഞ്ഞ ഇത് പറഞ്ഞപ്പോൾ ഇവിടെ പരലോകം വെളിപ്പെട്ടോ? இதை சொன்ன பொழுது இங்கே பரலோகம் வெளிப்பட்டதா? വെളിപ്പെട്ടോ? ഈ പറഞ്ഞപ്പോൾ തന്നെ ഇത് ദൈവരാജ്യത്തിനകത്ത് വന്നോ? நீங்க இதை சொல்லும் பொழுதே தேவராஜ்யம் இதற்குள்ளாக வந்ததா? വന്നെങ്കിൽ കരമൊന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. அப்படி அதை நீங்க உணர்ந்தீங்கன்னா கையை தட்டி நல்ல ஸ்தோத்திரம் பண்ணுங்க. അപ്പൊ ഇതിനകത്ത് 160 പ്രാവശ്യം 14 ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്. ஆம், இந்த 14 நிருபத்தில் 160 தடவை பவுல் அதை குறித்து சொல்லுகிறார். എന്നാൽ എഫേസ്യ ലേഖനത്തിനകത്ത് ஆனால் எபேசிய நிருபத்திலே 36 പ്രാവശ്യം പറയുന്നുണ്ട് അവൻ നിങ്ങൾ ക്രിസ്തുവിലാകണം എന്ന് നിർബന്ധിച്ച് പറയുകയാണ്. സ്തോത്രം. 36 தடவை நீங்கள் கிறிஸ்துவுக்குள் ஆக்கப்பட வேண்டும் என்பதை குறித்து கட்டாயப்படுத்தி சொல்லுகிறார். എന്തുകൊണ്ട് ഈ ലേഖനത്തിനകത്ത് മറ്റു ലേഖനത്തേക്ക് അധികം നിങ്ങൾ ക്രിസ്തുവിലാകണമെന്ന് ആവർത്തിച്ച് പറയേണ്ട കാരണം எதற்காக மற்ற நிருபங்களை காட்டிலும் இந்த நிருபத்தில் நீங்கள் கிறிஸ்துவுக்குள்ளாக வேண்டும் என்று பவுல் சொல்லுகிறார். ഈ എഫേസ്യ പട്ടണത്തെ ഭരിക്കുന്ന ഒരു പിശാചിന്റെ ആധിക്യമുണ്ട്. எபேசிய பட்டணத்தை ஆதிக்கம் பண்ணுகிற ஒரு അന്ധകാര പിശാചുடைய கிரியையுண்டு. എഫേസ്യ പട്ടണത്തിൽ നിന്നും ആര് സ്വർഗരാജ്യത്തിൽ പോയി ക്രിസ്തുവിനോട് വാഴാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഒരു പൈശാചികമായ ശക്തി അവിടെ ഉണ്ടായിരുന്നു. எபேசிய பட்டணத்திலிருந்து யாரும் பரலோக ராஜ்யத்திலே போய் கிறிஸ்துவோடு வாழக்கூடாது என்று சொல்லி அவர்களுக்கு எதிராய் வாதித்ததான ஒரு அந்தகாரத்துடைய வல்லமை உண்டு. ആ അന്ധകാരത്തിന് പിശാചിന്റെ ശക്തി ചെറുതല്ലായിരുന്നു. அந்த அந்தகார பிசாசுடைய வல்லமை சின்னதல்ல, അതൊരു സ്ത്രീ ശക്തിയായിരുന്നു. அது ஒரு பெண் ஆவியாய் இருந்தது. അതിനെ വിളിക്കുന്ന അർത്തമീസ് എന്ന പേരാകുന്നു. സ്തോത്രം. അർത്തമീസ്, ഡയാന, தியானாள் என்று சொல்லப்படுகிறது. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം அப்போஸ்தலர் நடபடிகள் 19 അധ്യായം 19 அதிகாரம் 28 വാക്യം ദയവായിട്ട് വായിക്കാം. 28 വചനത്തെ വാസിப்போம். Acts chapter 90 verse 28 please. அவர்கள் அதை கேட்டு கோபத்தில் இருந்து எபேசியருடைய தியானாளே ഓർത്തോണം, മലയാളത്തിൽ ആ വാക്ക് കൊടുത്തിരിക്കുന്ന അർത്തമീസ് എന്ന വാക്കാണ്. സ്തോത്രം. ആമേൻ. മലയാളത്തിലെ தியானாள் என்று சொல்லப்பட்டிருக்கிறது. അതിന് ഇംഗ്ലീഷിൽ ഡയാന എന്ന വാക്ക് കൊടുത്തിരിക്കുന്നു. ആംഗ്ലത്തിൽ ദയാന എന്ന് சொல்லப்படுகிறது. ഇതൊരു സ്ത്രീ ശക്തിയാണ്. இது ஒரு பெண் ஆவி. ഈ സ്ത്രീ ശക്തിയുടെ ജോലി എന്ന് പറയുന്നത് இந்த பெண் ஆவிയുടെ வேலை என்பது 13 വയസ്സ് മുതൽ പ്രായമുള്ള സകല യുവതലമുറകളെ
13 വയസ്സ് മുതൽ ആമേ കാണപ്പെടുகிற വാലിബ പിള്ളൈகளை ഒരു കുഞ്ഞുങ്ങളെ പോലും വിശുദ്ധിയോടെ ജീവിപ്പാൻ സമ്മതിക്കാത്ത ഏറ്റവും വിരൂപയായ ഒരു പിശാചാകുന്നു ഈ അർത്തമിസ് എന്ന പിശാച്. ഒരു വാലിബ പിള്ളൈയും പരിശുദ്ധത്തോടെ ജീവിക്ക വിടാமல் ആക്കുகிறதான വല്ലமைதான் இந்த பொல்லாத பிசாசு. ആമേ ഈ സ്ത്രീയെ കുറിച്ച് ആമേ നിങ്ങൾക്ക് ആമേ ഈ നെറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ഡയാന എന്ന് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ സകല രൂപവും ഭാവവും ഒക്കെ പറയാനുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പറയാൻ എനിക്ക് അല്പം പരിമിതിയുണ്ട്. സ്തോത്രം. ஆமென். இந்த தியானாள் என்று சொல்லக்கூடிய இந்த அந்தகாரத்தை குறித்து நீங்க சர்ச் பண்ணுவீங்கன்னா இதனுடைய முழு ஆமென் சரித்திரம் அதனுடைய கிரியைகள் வெளிப்படுத்தப்படும். இதை நான் பொதுவாக சொல்ல விரும்பவில்லை. ആമേ സ്വർഗ്ഗത്തിന്റെ ശ്രേഷ്ഠത ശക്തമാണെങ്കിൽ பரலோகத்துடைய மகிமை அது ആ உன்னதென்றால் ശ്രേഷ്ഠത ആമേ പിശാചിന് ഈ അർത്തമിസ് ശക്തിക്ക് അറിയാമെന്നത് കൊണ്ട് இந்த பொல்லாத பிசாசுக்கு அந்த மகத்துவத்தை குறித்து அறிகிறபடினாலே ഒരൊറ്റ കുഞ്ഞുങ്ങളെ പോലും സ്വർഗ്ഗത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് വിടാതെ വണ്ണം അവ ഈ ഭൂമിയിലെ പാപത്തിലേക്ക് വിടാത്തക്കവണ്ണം ശക്തി പ്രാപിച്ചു നിൽക്കുന്ന ഒരു പിശാചിന്റെ ശക്തിയായിരുന്നു ഈ ഡയാന, ഈ അർത്തമിസ് എന്ന പിശാചിന്റെ ശക്തി. ஆமென். ஒரு வாலிப பிள்ளையை கூட பரலோக ராஜ்யத்துக்கு நேராய் நடத்த விடாதபடிக்கு தடைந்து நிறுத்துகிற வல்லமையா இருந்தது இந்த தியானாள் என்கிற பொல்லாத ஆவி. എന്നാൽ പൗലോസ് അവൻ തന്റെ രണ്ടാം മിഷണറി യാത്രയുടെ അവസാന സമയത്ത് பவுல் தன்னுடைய இரண்டாவது மிஷனரி பிரயாணத்துடைய கடைசி நேரத்திலே അവൻ എഫേസ്യ പട്ടണം സന്ദർശിക്കാൻ പോയപ്പോൾ எபேசிய பட்டணத்தை சந்திக்க போன பொழுது അവൻ ആ പട്ടണത്തിൽ കാല് ചവിട്ടിയപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് പൗലോസ് മനസ്സിലായി. அந்த பட்டணத்திலே கால் வைத்த பொழுது தானே தெய்வ பிரசன்னம் அந்த பட்டணத்தில் இல்லை என்பதை உணர்ந்தார். ഒരു പാപം അതിനെ ഭരിക്കുന്നുണ്ട്, ஒரு பாவம் அவர்களை ஆளுகை செய்தது, ഒരു ശാപം അവിടെ ഭരിക്കുന്നുണ്ട്, ஒரு சாபம் அவர்களை ஆளுகை ഒരു செய்தது, അധർമ്മത്തിന് ശക്തി ഭരിക്കുന്നുണ്ട്, ஒரு அதர்மத்தின் ஆவி அங்கே வியாபரித்தது, ഒരു അന്ധകാരത്തിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്. ஒரு അന്ധകാരத்துடைய വല്ലமை அங்கே வியாபரித்தது. വിശുദ്ധൻ ദൈവത്തിന്റെ മക്കൾ എന്ന പദവി ഇല്ലാത്ത വ്യക്തികളാകുന്നു ആ ദേശത്തിലുള്ള കാര്യം അവൻ പൗലോസിന് മനസ്സിലായി. பரிசுத்தமும் தெய்வ பிள்ளைகள் என்று சொல்லாத வண்ணம் அந்த தேசத்தார் காணப்பட்டதை பவுல் உணர்ந்தார். പൗലോസ് എഫേസസിൽ പോകുമ്പോൾ பவுல் எபேசு பட்டணத்திலே ചില போகும்பொழுது ശിഷ്യന്മാരെ കണ്ടു. சில சீசர்களை பார்த்தார். പൗലോസ് ചോദിച്ചു, பவுல் கேட்டார், ആമേ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന ചോദ്യം ചോദിച്ചു. நீங்கள் விசுவாசித்தீர்கள் ஆனால் பரிசுத்த ஆவியை பெற்றீர்களா என்று கேட்டார். അവർ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. அவங்க சொன்னாங்க பரிசுத்த ஆவி உண்டு என்பதை கூட நாங்கள் அறியவில்லை. അപ്പോൾ പൗലോസിന് മനസ്സിലായി அப்பொழுது பவுலுக்கு புரிந்தது ജനത്തെ വിശുദ്ധരാക്കി സ്വർഗ്ഗത്തെത്തിക്കാത്തക്കവന് കഴിവിശാചി ഇവിടെ വളരേണ്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ കുറവ് ഈ എഫെസോസ് ഉള്ള കാര്യം ആമേ പൗലോസിന് ആത്മാവിന് മനസ്സിലായി. ஒரு ஜனத்தை கூட பரலோக ராஜ்யத்தில் விடாமல் தடை செய்வதற்கு காரணம் இந்த தேசத்துள்ள ஜனங்கள் அவன் அபிஷேகத்தை பரிசுத்த ஆவியின் அபிஷேகத்தை பெறவில்லை என்பதை அவர் உணர்ந்தார். പൗലോസ് പറഞ്ഞു பவுல் சொன்னார், ഈ പിശാചിനെ ഓടിക്കണം, இந்த பிசாசை விரட்ட வேண்டும். യൗവനക്കാരെ വഴിതെറ്റിക്കുന്ന പാപത്തിൽ നയിക്കുന്ന അധർമ്മത്തിൽ നടിക്കുന്ന ഈ പിശാചിനെ ഓടിക്കണം. வாலிப பிள்ளைகளை பாவத்திலும் அந்தகாரத்தில் நடத்துகிறது பிசாசை ஓட்டிவிட வேண்டும். അതിന് ഞാൻ മാത്രം ശ്രമിച്ചാ പോരാ, அதற்கு நான் மாத்திரம் முயற்சி செய்தால் போதாது. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച ചില വ്യക്തികളുടെ ആവശ്യമാണെന്ന് പൗലോസിന് ആത്മാവിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് அபிஷேகத்துடைய வல்லமை பெற்ற சில நபருடைய உதவி தேவை இருக்கிறதை பவுல் உணர்ந்தபடினாலே പൗലോസ് അവരെ വിളിച്ചു വരുത്തിയിട്ട് பவுல் அவர்களை அழைத்து അവരെ വിശ്വസിപ്പിച്ച ശേഷം அவர்களை அந்த விசுவாசத்தில் நடத்தின பிற்பாடு അവരെ തലയിൽ കൈവച്ചിട്ട് நம்முடைய தலையிலே கையை வைத்து അവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആ ശിഷ്യന്മാരോട് ദൈവത്തിന്റെ ആത്മാവിൽ ആജ്ഞാപിച്ചു. பரிசுத்த ஆவியை பெறும்படியாக அந்த சீசர்களை ஆமென் தேவாவினால் அவர் கட்டளையிட்டார். പൗലോസ് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ பவுல் ஜெபித்த அந்த வேளையில் தானே ഈ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. இந்த சீசர் மேல பரிசுத்த ஆவியானவர் வந்தார். ആ പരിശുദ്ധാത്മ വന്നപ്പോൾ പരിശുദ്ധാത്മ മാത്രമല്ല അവർ പ്രവചിക്കാൻ തുടങ്ങി. பரிசுத்தாவியை பெற்றது மாத்திரமல்ல அவர்கள் தீர்க்கதரிசனம் சொல்ல ஆரம்பித்தார்கள். അവർ 12 പേരുണ്ടായിരുന്നു. 12 പേർ. அங்கே 12 பேர் உண்டாயிருந்தார்கள். പൗലോസിനെ കൂട്ടി 13 പേരുണ്ടായിരുന്നു. பவுலை சேர்த்து 13 பேர் இருந்தார்கள். പൗലോസിനകത്ത് ആത്മശക്തി വെളിപ്പെട്ടു. பவுலுக்குள்ளால் ஆவியானுடைய வல்லமை வெளிப்பட்டது. ആമേ പൗലോസ് വേഗത്തിൽ ആമേ ഈ 12 പേരും ചേർന്നുകൊണ്ട് അർത്തമിസിന്റെ ബന്ധനത്തെ പൊട്ടിക്കാൻ തന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ ആ എഫെസോസ് തെളിയിക്കാൻ തുടങ്ങി. ஆமென். இவர்கள் பெற்ற அபிஷேகத்தோடு இந்த 13 பேரும் சேர்ந்து அங்கே கிரியை செய்ததான அந்த அந்தகார வல்லமையுடைய கிரியைகளை தகர்க்கும்படியாய் தங்கள் அபிஷேகத்தை பயன்படுத்த ஆரம்பித்தார்கள். കുറ്റിപ്പാറവിള ഈ കുറ്റിപ്പാറവിള ദേശത്ത് இந்த குட்டிப்பாറமலை தேசத்தில் അല്ല നമ്മൾ താമസിക്കുന്ന ഇവിടെ ആയിക്കോട്ടെ, நாம தங்கி இருக்கிற எந்த இடமா இருக்கட்டும் അവിടെ എല്ലാം ഒരു അർത്തമിസിന്റെ വ്യാപനമുണ്ട്. அங்க எல்லாம் ஒரு அர்த்தமிசுடைய வல்லமை கிரியை செய்யும். അഭിഷേകം പ്രാപിക്കപ്പെട്ട ഒരു 12 പേർ ഉണ്ടെങ്കിൽ
அபிஷேகம் பெற்ற ஒரு 12 பேர் இருப்பார்கள் என்றால் അർത്തമീസ് വരത്തില്ല. அந்த அர்த்தமிஸ் அந்தகாரம் வராது. ക്രിസ്തു തന്നെ അവിടെ വരുവാൻ കാരണമായി തീരും. கிறிஸ்து அங்கே வருவதற்கு காரணமாய் மாறும். വിശ്വസിക്കുന്നവർ കരമടിച്ചെന്ന് ആത്മാവിൽ പറയാം. விசுவாசியர் கரமடித்தவன் ஆவியில் இறைந்து சொல்லுங்க. ഇന്ന് രാത്രി പറയാം, സകല അർത്തമീസ് എന്ന പോലത്തെ പാപത്തിന്റെ സ്ത്രീ ശക്തിയായിരുന്നാലും പുരുഷ ശക്തിയായിരുന്നാലും ജനത്തെ വിശുദ്ധരാക്കി മാറ്റാതെ വന്ന അശുദ്ധരാക്കി മാറ്റുന്ന ആ ഇരുട്ടിന്റെ ആത്മാവ് ഇന്ന് രാത്രി അവയെ പൊട്ടിമർ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ച് എന്നോടൊപ്പം ചേർന്ന് ആത്മാവിലൊന്ന് ആ വെളിപ്പാടിൽ ആരാധിക്കാമോ? இன்றைக்கு ராத்திரி அந்த ஆணாவியும் அந்த பெண்ணாவி என்று சொல்லுகிற அந்த தியானாளுடைய வல்லமையும் ஆமென் உங்கள் தேசத்தை விட்டு அழிந்து மாறும் என்று விசுவாசிக்கிறவர்கள் 2 கரங்களை தட்டி சொல்லுங்க, இன்றைக்கு அந்த அந்தகார வல்லமை எங்கள் தேசத்தை விட்டு அழிந்து மாறும். പ്രയോജനപ്പെടേണ്ട തലമുറകളെ, ഉയർച്ച പ്രാപിക്കേണ്ട സന്തതികളെ, ദൈവസഭയ്ക്ക് അനുഗ്രഹമാകേണ്ട പ്രിയപ്പെട്ടവരെ അവരെ ആലയത്തിൽ കേറ്റാതെ വിശുദ്ധരായി ജീവിക്കാൻ അനുവദിക്കാതെ പരസ്യമായി അവരെ ബന്ധിച്ച് മാറ്റിയിരിക്കുന്ന പാപത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തെ പരസ്യമായി സഭ കരമടിച്ച് ആ ശക്തിയെ പുറത്താക്കാം യേശുവിന്റെ നാമത്തെ. தெய்வ சபைக்கு பிரயோஜனமாய் செயல்பட வேண்டிய வாலிப பிள்ளைகளை அந்த பாவத்துடைய வல்லமை கட்டி வைத்திருக்கிறது. இன்னைக்கு அதை உணர்கிற தெய்வ சபை 2 கரங்களை தட்டி சபையாய் சேர்ந்து அந்தகாரத்துடைய அந்த வல்லமையை இயேசுவின் நாமத்திலே சுட்டு எரிப்போமாக. യേശുവിന്റെ നാമത്തെ സഭ കരമടിച്ച് പറയാ, ഇന്ന് രാത്രി ആ ഒരു ബന്ധനത്തിന്റെ ആത്മാവ് ദേശത്തിന് വഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തെ. சபை விசுவாசத்தோடு கரங்களை தட்டி ஜெபிங்க. அந்தகார வல்லமை இன்றைக்கு இந்த தேசத்தை விட்டு அவன் முழுவதுமாய் மாறி போகட்டும். Yes Lord Jesus, hallelujah. ശ്രദ്ധിക്കൂ, ഞാൻ ആ ഭാഗം ഒന്ന് വിവരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. அந்த பகுதி ஒன்று விஸ்தாரமாய் சொல்ல விரும்புகிறேன். ഈ അർത്തമീസ് എന്ന് പറയുന്ന എഫെസോസിലെ ഈ ദുഷ്ടപിശാച്, இந்த அர்த்தமிஸ் என்று சொல்லக்கூடிய எபேசியருடைய அந்த துஷ்டாவி, അതിന്റെ സ്വഭാവം ഇതാകുന്നു. அதனுடைய சுபாவம் எப்படியா இருக்கிறது? അതിന് ജനത്തെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ അവരെ പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. அதனுடைய கிரியை என்னன்னா, அது மாலிப பிள்ளைகளை பாவம் செய்யணும், அதற்கென்று அவர்களை செயல்படுத்தணும். എന്താ പാപം എന്ന വാക്കിന്റെ അർത്ഥം? என்ன பாவம் என்ற வார்த்தையின் அர்த்தம் என்ன? പാപം എന്ന വാക്കിന്റെ അർത്ഥം, பாவம் என்ற வார்த்தையினுடைய அர்த்தம் ലക്ഷ്യം തെറ്റിക്കുക എന്ന വാക്കാണ്. நம்முடைய குறிக்கோளை தப்ப செய்ய வேண்டும். അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക്, அதற்கு கொடுத்திருக்கிற எபிரேய பதம், ഗ്രീക്ക് വാക്ക്, கிரேக்க பதம் ആമേൻ, ഹമാർട്ടിയ എന്ന വാക്കാണ്. ஹமார்ட்டியா என்ற வார்த்தை. ഈ ഹമാർട്ടിയ എന്ന വാക്കിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ, இந்த ஹமார்ட்டியா என்ற வார்த்தையினுடைய மெய்யான அந்த மொழிபெயர்ப்பு என்னென்னால், നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗെയിം ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? இந்தியாவுடைய தேசிய விளையாட்டை குறித்து யாராவது ஒருவர் சொல்லலாமா? ഹോക്കി. റൈറ്റ്, താങ്ക് യു. ഹോക്കിയാണ്. ஹாக்கி. നിങ്ങൾ പറഞ്ഞല്ലോ, സ്തോത്രം ചെയ്യുന്നു, പ്രൈസ് ഗോഡ്. ഞാൻ ഓർത്തു നിങ്ങൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന പേടിയുണ്ടായിരുന്നു. സ്തോത്രം. എന്നാലും നിങ്ങൾ ഗെയിമായിട്ട് അല്പ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ്. இந்திய தேசிய விளையாட்டு என்று சொல்வது ஹாக்கியா இருக்கிறது. അതുപോലെ തന്നെ ഗ്രീക്കുകാരുടെ, യവനന്മാരുടെ ദേശീയ ഗെയിം എന്ന് പറയുന്നത് അമ്പെയ്ത്ത് മത്സരമാണ്. அதுபோல வாலிபர்களா இருக்கிற அந்த அந்த கிரேக்க പട്ടണത്തെ வாலிபருடைய விளையாட்டு என்பது അമ്പെയ്ത് വിளையாடுவது. നമുക്കറിയാം, അമ്പെയ്യുമ്പോൾ അതിന്റെ ഒരു സെന്റർ പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ സെന്റർ പോയിന്റിനകത്ത് ഈ അമ്പ് പോയി പതിഞ്ഞാൽ ആ വ്യക്തി ജയിച്ചു എന്ന വാക്കാണ്. இந்த அம்பை எய்யும் பொழுது தொலை தூரத்திலே ஒரு குறிப்பிட்ட இடத்துல ஒரு புள்ளியை வைத்திருப்பாங்க. அந்த புள்ளியிலே போய் அம்பு குத்தும் பொழுது அவர்கள் சரியா எய்திருக்கிறான்னு சொல்வாங்க. പക്ഷെ ആ സെന്റർ പോയിന്റ് വിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ റെഫറി വിളിച്ചു വന്ന വാക്കാകുന്നു ഹമാർട്ടിയ. அந்த 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 குறிப்பான புள்ளியிலே அந்த அம்பு போய் குத்தாம வேற எங்கேயாவது மாறி குத்தும் போது அங்க இருக்கிற ரெஃபரி சொல்லுவா ஹமார்ட்டியா ஆமென்னு சொல்லுவா. ஹமார்ட்டியா என்ற வாக்கின் அர்த்தம் லட்சியம் தெற்றிப்போய் என்ற வாக்காണ്. ஹமார்ட்டியா என்ற வார்த்தையுடைய அர்த்தம் அதுடைய லட்சியத்தை, அதுடைய குறிக்கோளை அது தவறி விட்டது. വേദ ചിന്തകന്മാർ, വേദ പഠിതാക്കൾ ആ പദത്തെയാണ് പാപത്ത് കൊത്ത വാക്ക്, ലക്ഷ്യം തെറ്റിയ ഹമാർട്ടിയ എന്ന വാക്ക്. ஆமா, வேத பண்டிதர்கள் ஆமென் பாவத்திலே போகிற மனிதர்களை பார்த்துதான் இந்த வார்த்தையை சொல்லுகிறாங்க. லட்சி தாமன் எல்கை மாறி போன அந்த ஹமார்ட்டியா என்று சொல்கிறாங்க. அப்ப நோக்க, എന്താ പാപം?
பாவம் என்றால் என்ன? ലക്ഷ്യം തെറ്റുക എന്ന വാക്കാണ്. அந்த குறிக்கோளை விட்டு தவறி போகிறது. ഈ പാപത്തിന് പുറകിൽ ലക്ഷ്യം തെറ്റിപ്പിക്കുന്ന ശത്രു പ്രേരണയുണ്ട്. പ്രൈസ് ദി ലോർഡ്. அவருடைய குறிக்கோளை விட்டு தவறி போகிற வைக்கிறதான ஒரு பாவத்தின் வல்லமை அவர்களுக்கு பின்னால உண்டு. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. தேவன் தன்னுடைய சாயலாக ரூபமாக மனுஷனை உருவாக்கினார். ആ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തിന്റെ മുഖം നോക്കി വളരണം. ഇതാകുന്നു ലക്ഷ്യം. സ്തോത്രം. அந்த தேவனுடைய சாயலாய் ரூபமாய் உருவாக்கிற மனுஷன் அந்த பரலோக தேவனை பார்த்து சொல்லணும், ஓ நீர்தான் என்னுடைய லட்சியம். ഈ കുറ്റിപ്പുറം ദേശത്തിനകത്ത് ഏതെങ്കിലും വൃക്ഷം ഇങ്ങനെ തലകുത്തനെ വളർന്ന് കണ്ടിട്ടുണ്ടോ? തിരിച്ച് இந்த குட்டிப்புற தேசத்துல ஏதாயிலும் ஒரு கனி கொடுக்கிற மரம் தலகுப்புற வளர்ந்ததாய் கேட்டிருக்கீங்களா? ഇങ്ങനെ പോകുന്നതിന് പകരം ഞാൻ തിരിച്ചു അത് വളർന്ന് കണ്ടിട്ടുണ്ടോ? அது இப்படி நேராய் வளர்கிறதை காட்டிலும் தலகுப்புற வளர்கிறது என்று யாராவது சொல்லியிருக்காங்களா? எஸ் ஓர் நோ? அப்படியேதான் மரம் இருக்கா? ഇനി പാസ്റ്റർ பார்த்துட்டு திரும்பி வந்து சொல்லாതായിരിക്കും. സ്തോത്രം. பாஸ்டர் போய் பார்த்துட்டு வந்து சொல்றோன்னு இருக்கிறீங்க. ഈ നമ്മുടെ പാറശാലയ്ക്ക് അപ്പുറത്തൊരു കന്നുമാമൂടുണ്ട്. பாரசாலை பக்கத்துல கண்மாமூடு என்று சொல்கிற ஒரு இடம் അവിടെ இருக்கிறது. കൂനമ്പന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. அங்கே கூனம்பனை என்று சொல்லக்கூடிய ஒரு இடம் உண்டு. കൂനമ്പന അറിയാം. സ്തോത്രം. കൂനമ്പന. ആ കൂനമ്പന എൻ്റെ കുഞ്ഞിലെ ഞാൻ ആ പനയെ കണ്ടിട്ടുണ്ട്. அந்த கூனம்பனை அந்த அந்த மரத்தை பாஸ்டருடைய வாலிப பிராயத்திலே பார்த்திருக்கிறாங்க. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നമുക്ക് കാണുമ്പോൾ ചിരി തോന്നും അതിശയിക്കുന്ന രീതിയിലാണ് ആ പന വളർന്നിരിക്കുന്നത്. நாம் பார்க்கும் பொழுது அதிசயிக்க வண்ணமாக அந்த பனை மரம் வளைந்து நெறிந்து போயிருக்கிறது. ആ രൂപം ആ പനയ്ക്ക് വന്നതുകൊണ്ട് ആ സ്ഥലത്തിന് കൂനമ്പന എന്ന് പേരിട്ട് കൊടുത്തു. அந்த பனைக்கு அப்படிப்பட்ட வளைந்து நெளிகிற காரியம் ஏற்பட்டபடியினாலே அந்த இடத்துடைய பெயர் கூனம்பனை என்று சொன்னாங்க. മനസ്സിലാകുന്നുണ്ടോ? കാര്യം മറ്റുള്ള വിഷയങ്ങളെല്ലാം സൂര്യന് അഭിമുഖമായിട്ട് വരുമ്പോൾ மற்ற ஆமென் கனிதெடுக்கிற மரமெல்லாம் சூரியனை நோக்கி வளரும் பொழுது ഒരു പന മാത്രം തലകുത്തല വളർന്നപ്പോൾ എല്ലാവർക്കും അതിശയമായി മാറി. ஒரு பனமரை மாத்திரம் தலகுப்புற வந்த பொழுது எல்லாருக்கும் அதிசயமாய் மாறினது. നെടുമങ്ങാട് ഒരു തെങ്ങുണ്ട്. തെങ്ങ്. நெடுமங்காடு பகுதியில் ஒரு தென்னை மரம் உண்டு. ആ തെങ്ങ് ഒരു തെങ്ങാണെങ്കിലും 4 ബ്രാഞ്ച് ആയിട്ട് വളർന്നത്. அது ஒரு தென்னை மரமாயிருந்தாலும் 4 கிளைகள் அதிலே காணப்படுகிறது. അതുകൊണ്ട് അവിടെ കൂടി പോകുന്ന എല്ലാവരും നോക്കിക്കൊണ്ടു അതിശയം നോക്കിയപ്പോൾ ഒറ്റ തെങ്ങ് മതി. ഒറ്റ തെങ്ങിനകത്ത് 4 തെങ്ങിനെ പറഞ്ഞിരിക്കുകയാണ്. സ്വത്രം. ஆகையால போகிறவங்க அதிசயமாய் பார்ப்பாங்க, ஒரு தென்னை மரத்துல 4 கிளை அதிசயமாய் வளர்ந்திருக்கிறது. എന്ന് പറഞ്ഞാൽ സൂര്യന് അഭിമുഖമായിട്ടാണ് സകല വൃക്ഷ സസ്യാദികൾ വളരണം. അത് നാച്ചുറൽ സിസ്റ്റമാണ്. எல்லா விருட்சங்களும் அந்த சூரியனை பார்க்க வண்ணமாக தான் நேராக வளரும். அதுதான் இயற்கையாய் காணப்படுகிறது. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് വളരുന്നുവെങ്കിൽ അത് പ്രപഞ്ച സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന വാക്കാണ്. ஆனால் அது எதிர்மறையாக அந்த விருட்சம் வளர்ந்து வருகிறதுனால் இந்த பிரபஞ்சத்துடைய காரியங்களுக்கு அது எதிர்மறையாக இருக்கிறது. இதுபோல தானே സകല മനുഷ്യനും சகல மனுஷர்களும் സകല ജനങ്ങളും சிக்ஸ்தாவாம் ദൈവത്തിന് അഭിമുഖമായിട്ടുമേ വളരാവൂ. பரலோக தேவனை அவன் தரிசிக்கும்படியாகவே நேராய் அவர்கள் வளர வேண்டும். ആ സിക്സ്താവാം ദൈവത്തെ വിരുദ്ധമായിട്ട് ഒരു വ്യക്തി ജീവിക്കുന്നുവെങ്കിൽ അവനെ വിളിക്കുന്ന വിളിയാണ് പാപി. அந்த பரலோக தேவனுக்கு நேராய் வளராதபடிக்கு அதுக்கு திரிந்து வளரும் என்றால் அந்த மனிதனை குறித்து தான் சொல்லப்படுகிறது, அவன் பாவி என்று. പാപി എന്ന വാക്കിന്റെ അർത്ഥം, அந்த பாவி என்ற வார்த்தையுடைய அர்த்தம் ലക്ഷ്യം തെറ്റിയവൻ, அவனுடைய குறிக்கோளை தட்டி மாறி போனவன். കൺവെൻഷൻ കൂട്ടങ്ങൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലക്ഷ്യം തെറ്റിയവരെ ലക്ഷ്യത്തിനെ കൊണ്ടുവന്ന് ലക്ഷ്യം തെറ്റിയവരെ പരലോകത്തിന് അഭിമുഖമായി വളർത്തിയെടുക്കുക, അത് ബോധ്യപ്പെടുത്തുക. അതാകുന്നു ഈ ശുശ്രൂഷ ലക്ഷ്യമായിരിക്കുന്ന இந்த கன்வென்ஷன் கூட்டத்துடைய மிகுந்த ஒரு நோக்கம் என்னவென்றால் ஆமென் வழி மாறி போனவனை, ஆமென் குறிக்கோள் தவறி போனவனை மீண்டும் அவனுக்கு என்ன குறிக்கோளுக்குள்ளே கொண்டு வந்து அவனை பரலோக ராஜ்யத்துக்கு நேராய் கொண்டு செல்வதுதான் இந்த கூட்டத்துடைய நோக்கமாக இருக்கிறது. ബൈബിളിനകത്ത് അധർമ്മി എന്നൊരു വാക്കാണ്. അധർമ്മി. ബൈബിളുക്കുള്ള അധർമ്മി എന്ന് சொல்லக்கூடிய வார்த்தை உண்டு. അധർമ്മി എന്ന വാക്കിന്റെ അർത്ഥം, അധർമ്മി എന്ന വാർത്തയുടെ അർത്ഥം നിയമലംഘി, ട്രാഫിക് വയലേഷൻ എന്ന് പറയത്തില്ലേ, നിയമലംഘി. അവൻ ചട്ടത്തെ മീറി പോകുന്നവൻ, ചട്ടത്തെ മീറുന്നവൻ. അധർമ്മി എന്ന വാക്കിന്റെ അർത്ഥം നിയമ ലംഘനം. ഒന്ന് പറഞ്ഞൊന്നുകൂടി ബാസേ. ചട്ടത്തെ വീർന്നവൻ. റൈറ്റ്. ചട്ടത്തെ വീർന്നവൻ, ചട്ടത്തെ മീറി നടക്കുന്നവൻ. ഓർക്കണം. അപ്പൊ നമുക്കറിയാം ഈ ട്രാഫിക്കിനകത്ത് നിയമലംഘനം അടിച്ചാൽ നമുക്ക് എന്ത് വരും? இந்த டிராபிக் உள்ளால நம்ம சட்டத்தை விதி மாறி போனோம்னா நமக்கு என்ன கொடுப்பாங்க? ഫൈൻ കൊടുക്കണം. ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാപിക്കും ഫൈനുണ്ട്, അധർമ്മിക്കും ഫൈനുണ്ട്,
ശിക്ഷാവിധി എന്ന വാക്കാണ് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം. இந்த பாவிக்கும் ஆமை தண்டனை உண்டு, அதுபோல சட்டத்தை மீறி நடக்கிறவனுக்கு தண்டனை உண்டு. அதுதான் வேதத்திலே சொல்லப்படுகிறது நியாய தீர்ப்பு. ആ ചെറിയ ശിക്ഷയല്ല, അവൻ ചെയ്തു കൂട്ടിയ സകല പാപത്തിനും ഒരു ഭയങ്കര ന്യായവിധി കൽപ്പിച്ചിട്ടുണ്ട്. அது சாதாரண தண்டனை அல்ல, அவன் செய்த சகல பாவத்திற்கும் ஒரு நியாய தீர்ப்பை ஆண்டவர் ஏற்படுத்தி ഈ வைத்திருக்கிறார். കുഞ്ഞിലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ நான் சிறு வயதிலே சண்டே ஸ்கூல்ல படித்த பொழுது എന്നെ പേടിപ്പിച്ച ഒരു വാക്യം ടീച്ചർ പഠിപ്പിച്ചു. என்னை பயப்படுத்தின ஒரு வார்த்தையை வசனத்தில் எனக்கு கற்பித்து கொடுத்தாங்க. അമ്മയും അപ്പനെയും അനുസരിക്കാത്തവരെ തോട്ടിലെ കാക്ക വന്ന് കണ്ണിനെ കൊത്തിപ്പറിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. தாயின் தகப்பனுக்கு கீழ்ப்படியாதவனை அந்த தோட்டில துறவில இருந்து ஒரு காகம் வந்து அவனுடைய கண்ணை கொத்தி கொண்டு போகும். അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായ എന്റെ കുഞ്ഞിനെ. எனக்கு சிறு வயதில கொஞ்சம் பயமாயிருந்தது. പപ്പയും മമ്മിയും ഞാൻ അനുസരിച്ചില്ല എങ്കിൽ, என்னுடைய தாய் தகப்பனுக்கு நான் கீழ்ப்படியவில்லை എന്നാൽ എന്റെ കണ്ണിൽ നിന്നും എന്റെ കണ്ണ് കാണത്ത് ഞാൻ ഒരു കുരുട നടക്കേണ്ടി വരും. என்னுடைய முகத்திலிருந்து அந்த கண்ணை காணாது நான் குருடனாய் மாற வேண்டியது ആ இருக்கும். പേടി എന്റെ അകത്ത് വന്നതിന്റെ മുതൽ, அந்த பயம் எனக்குள்ள வந்த நாள் முதல் എന്റെ അപ്പനെ ഞാൻ പേടിക്കും, என்னுடைய தகப்பனுக்கு நான் பயப்படுவேன், എന്റെ അമ്മയെ ഞാൻ പേടിക്കും, என் தாய்க்கு நான் பயப்படுவேன். അവർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. அவங்க என்ன சொன்னாலும் நான் கீழ்ப்படிவேன். കാര്യം അവൻ അനുസരിച്ചില്ല എങ്കിൽ காரணம் அதற்கு கீழ்ப்படியவில்லை എന്നാൽ എന്റെ കണ്ണ് കാണത്തില്ല. എനിക്ക് என்னுடைய கண்ணு பார்க்காம போயிடும். അതൊരു ന്യായവിധിയായിട്ട് എനിക്ക് മനസ്സിലായി. அது ஒரு நியாய தீர்ப்பாய் நான் நினைத்தேன். ഇന്നും ആ ന്യായവിധി ശബ്ദം അകത്തിടപ്പുണ്ട്. இன்றைக்கு அந்த நியாய தீர்ப்பின் சத்தம் எனக்குள்ளால தொனித்துக் கொண்டிருக்கிறது. അങ്ങനെയെങ്കിൽ அப்படி ഒരു என்றால் മനുഷ്യൻ ദൈവത്തിന് അഭിമുഖമായി സ്വർഗത്തിന് അഭിമുഖമായി ജീവിച്ചില്ല എങ്കിൽ, ஒரு மனுஷன் பரலோகத்திற்கும் தேவனுக்கும் சாட்சியாய் ஜீவிக்கவில்லை என்றால் അവനെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു ശിക്ഷയുടെ നിബന്ധനകൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പുസ്തകം പറയുമ്പോൾ, அவனை தண்டிக்கும்படியாக ஒரு நியாய தீர்ப்பை கர்த்தர் ஏற்படுத்தி வைத்திருக்கிறார் என்று வேதம் சொல்கிறது. ആ ന്യായവിധി അവൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്ന് നടക്കുമെങ്കിൽ ഒരു ദൈവ ഭയം തന്റെ നേതൃത്വത്തെ ഉണ്ടാകണമെന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ പരസ്യമോപിക്കുകയാണ്. இந்த ஊழியத்தின் மூலமாய் ஒரு காரியத்தை வெளிப்படுத்துகிறோம். அந்த நியாய தீர்ப்பு என்றைக்கும் இருக்கிறது. அது என்னாகில் ஒரு நாள் நிறைவேறும் என்பதை வெளிப்படுத்தி விடுகிறோம். ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പിൽ 25 வருடங்களுக்கு முன்பதாக ഒറീസ സംസ്ഥാനത്തിനകത്ത് ഒറീസ പട്ടണത്തിലെ ഗ്രഹാം സ്റ്റെയ്സും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീപ്പിലിട്ട് ദാരാ സിംഗ് എന്ന് പറയുന്ന ആ ക്രൂര മനുഷ്യൻ ചുട്ടുകൊണ്ട കാര്യം നമുക്ക് പരിചയമാണ്. ഗ്രഹാം സ്റ്റെയ്ൻ എന്ന് சொல்லக்கூடிய தேவ மனிதனுடைய 2 பிள்ளைகளையும் தாரா சிங் என்று சொல்லக்கூடியதான ஒரு துஷ்ட மனிதன் அவருடைய வாகனத்தில் வைத்து எரித்து கொண்டதை நீங்கள் அறிவீர்கள். ആ ദൈവദാസൻ കുഷ്ഠരോഗികൾക്കും ആരുമില്ലാത്തവർക്കും തന്റെ സ്വന്തം കൈ കൊണ്ട് ആ കുഷ്ഠരോഗിയുടെ വൃണങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് അവരെ ശുശ്രൂഷിച്ച് വില്ലേജിനകത്ത് വയങ്കര ശുശ്രൂഷ ചെയ്ത് ഈ ധാരാസംഗനും സുവിശേഷ വിരോധിക്കും ഇഷ്ടപ്പെട്ടില്ല. அப்படியாக தொழுநோயாளிகளின் மத்தியில் எல்லாரும் கைவிடப்பட்டு தொழுநோயாளிகளுக்கு தன்னுடைய கரம் கொண்டே அவருடைய புண்களை கழுவி அவர்களுக்கு மருத்துவங்களை கொடுத்ததான இந்த தேவ மனுஷனை குறித்த அந்த தாரா சிங் என்று சொல்லக்கூடிய அந்த துஷ்டனுக்கு அதை குறித்து எரிச்சலாயிருந்தது. നിങ്ങൾക്കറിയാമോ, ആ 3 പേരെയും ജീപ്പിലിട്ട് ദാരുണമായി ചുട്ടുകൊന്നു. அந்த 3 பேரையும் அந்த துஷ்டன் இந்த வாகனத்தில் வைத்து கொளுத்தி விட்டான். നല്ല വിഭവസമർത്ഥം ആഹാരവും ശ്രേഷ്ഠ രാജ്യം വിട്ട് സ്വന്തം രാജ്യം വിട്ടിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഇത്രയും കഷ്ടം സഹിച്ച മിഷണറി കുടുംബത്തിന് വന്ന ഈ വലിയൊരു പ്രശ്നം എന്റെ സ്വർഗം കാണാതെ ഇരുന്നില്ല. அவருடைய உன்னத ஸ்தானத்திலே நல்ல தேசத்தில் இருந்தவர்கள் நல்ல ஆகாரம் சுகபோகம் இருந்த இடத்திலேயும் அதையெல்லாம் மறுத்து நம்ம தேசத்திலே வந்து இந்த பாடுகளை பட்ட அந்த மிஷனரியை பரலோகம் காணாமல் இருக்கவில்லை. ദൈവ ശിക്ഷയ്ക്ക് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. தேவன் அவருடைய நியாய தீர்ப்புக்கு கட்டளை கொடுத்தார். ഇന്ത്യയുടെ പത്ര റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു. இந்தியாவுடைய ரிப்போர்ட் இப்படியாக இருந்தது. ഒറീസയിൽ സൂപ്പർ സൈക്ലോൺ, ஒரிசாவிலே ஒரு சூப்பர் சைக்ளோன் வந்தது. ശക്തമായ കൊടുങ്കാറ്റ് എന്ന പദം വന്നു. அது பயங்கரமான ஒரு കൊടുങ്കാറ്റായി വീശിനது. സ്റ്റേറ്റിനെ അവൻ വെള്ളം കൊണ്ടും കാറ്റ് കൊണ്ടും ആ ദേശത്തോട് ദൈവം ന്യായം വിധിച്ച ചരിത്രം അവൻ നമ്മുടെ കാലഘട്ടത്തിൽ അനുഭവിച്ച വിഷയമാണ്. அந்த ஒரிசா தேசத்தை தண்ணீர் கொண்டும் காற்று கொண்டும் தேவன் நியாயம் தீர்த்ததை நம்முடைய கண்கள் கொண்டு காண தேவன் கிருபை செய்தார். വിശുദ്ധന്മാരെ തൊട്ടാൽ വിശുദ്ധന്മാരുടെ ഉത്തരവാദി ഈ ഭൂമിയിലെ ഗവൺമെന്റ് അല്ലെന്നും സ്വർഗീയ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ?
பரிசுத்தர்களை தொட்டால் பரிசுத்தருக்கு நியாயவிதியை கொடுப்பது இந்த உலக அரசாங்கம் அல்ல, பரலோக அரசாங்கம் என்பதை கர்த்தர் வெளிப்படையாய் தெரிவித்தார். ഇന്ത്യ കണ്ടതിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഗുജറാത്ത് നടന്ന സംഭവം. இந்தியாவிலே ஒரு பெரிய பூகம்பம் நடந்தது, அது குஜராத்தில் நடந்தது. ആ ഭൂകമ്പത്തിനകത്ത് அந்த பூகம்பத்துக்குள்ளாலே നടക്കുന്ന തൊട്ട് മാസത്തിന് മുമ്പേ அது நடப்பதற்கு சில மாதங்களுக்கு முன்பதாக ഒരു മിഷണറിയെ ഒരു സുവിശേഷനെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം ஒரு சுவிசேஷகனை பிடித்து வந்து விட்டு രണ്ട് കൈയും രണ്ട് കാലും കെട്ടി ரெண்டு கையும் காலையும் கட்டி ഒരു ബെഞ്ചേ കിടത്തിയ ஒரு ശേഷം பெஞ்சிலே கிடத்தி ആ ബെഞ്ചിനെ വെച്ചാ ഒരു ചൂര മീൻ കട്ട് ചെയ്യുന്ന പോലെ ഈ മിഷണറിയെ കട്ട് ചെയ്തു. സ്വത്രം ஒரு சூறை மீனை வெட்டி துண்டு துண்டாக்குறது போல இந்த மிஷனரியை துண்டு துண்டாக வெட்டினார்கள். അത് നിർത്തിയിട്ട് അവർ കടന്നുപോയി. அதை செய்துவிட்டு அவர்கள் கடந்து போய் விட்டார்கள். മറ്റൊരു സ്നേഹിതൻ വന്നിട്ട് മറ്റൊരു മിഷണറി വന്നിട്ട് ഈ ശബത്തെ കൊണ്ടടക്കി. இன்னொரு மிஷனரி வந்து இந்த பாடி எடுத்துக்கொண்டு அடக்கினான். എന്നിട്ടും ഈ സുവിശേഷ വിരോധികൾക്ക് കയ്പ് മാറാത്തത് കൊണ്ട് ഈ ബോഡി തോണ്ടിയെടുത്ത് വീണ്ടും കൊണ്ടുവട്ടുവാ. ആരെങ്കിലും ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ ആക്കി തീർക്കുമെന്നുള്ള ശബ്ദം അവരെ പുറപ്പെടുവിപ്പാടിയാക്കി. அந்த தீவிரவாதிகளுக்கு அந்த வைராக்கியம் தீரவில்லை. அடக்கம் பண்ணப்பட்ட அந்த சரீரத்தை மீண்டும் குழியிலிருந்து வெளியிலே கொண்டு வந்து பொதுவில் வைத்துவிட்டு சொன்னார்கள், கிறிஸ்தவ நாமத்தை அவன் கிறிஸ்துவின் நாமத்தை அறிவித்தால் இதுபோல உங்களுக்கு தண்டனை கிடைக்கும் என்று சொன்னார்கள். സ്വർഗ്ഗം അടങ്ങിയിരുന്നില്ല. பரலோகம் அதை அறியாமல் இருக்கவில்லை. സ്വർഗ്ഗം അടങ്ങിയിരുന്നില്ല. பரலோகம் அடங்கி இருக்கவில்லை. സ്വർഗ്ഗത്തിൽ ന്യായവതിയാ സ്റ്റേറ്റ് വെളിപ്പെട്ടു. பரலோகத்தின் நியாய தீர்ப்பு அந்த பட்டணத்திலே வெளிப்பட்டது. ശക്തമായ ഭൂകമ്പത്തിൽ ஒரு பெரிய பூகம்பத்தை ആയിരക്കണക്കിന് വ്യക്തികൾ ആമേ ഭൂമിക്കടിയിൽ ശ്വാസമില്ലാത്ത നശിച്ചു പോകാൻ കാരണമായി. ஆயிரக்கணக்கான ஜனங்கள் மண்ணுக்குள்ளால் மூச்சு திணறி மரித்து போனதை குறித்து கேள்விப்பட்டோம். ക്രിസ്തു സഭയ്ക്ക് നൽകിയ ശ്രേഷ്ഠത എന്തെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. கிறிஸ்து தேவ சபைக்கு கொடுத்திருக்கிற அந்த உன்னதம் என்ன என்பதை தெய்வ சபை அறிந்து கொள்ள வேண்டும். ദൈവത്തിന്റെ വചനം പറയുന്നു, தேவனுடைய வசனம் சொல்கிறது, ദൈവത്തിന്റെ മക്കളെ തൊട്ടാൽ தேவ பிள்ளைகளை தொட்டால் അവരുടെ കണ്ണിന് കൃഷ്ണമനെ തൊടുന്നുവെങ്കിൽ ஆமென் அவர்களை தொடுகிறது கிறிஸ்துவின் കண்களை தொடுகிறது போல അത്രമാത്രം വലിയൊരു സംരക്ഷണയാണ് ദൈവത്തെ സേവി വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗ്ഗത്തെ കത്ത വച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റും? പ്രൈസ് ഗോഡ്. அப்படிப்பட்டதான உன்னத ஒரு மகத்துவத்தை பரலோக சபை பரலோகத்தின் சபைக்கு ஆண்டவர் வைத்திருக்கிறார் என்பதை எத்தனை பேர் விசுவாசிக்கிறீர்கள்? എന്നെ തിരഞ്ഞെടുത്തത് വെള്ളി പൊന്ന് എന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ നിർദോഷമായ പുണ്യാക രക്തം കൊണ്ടാണ് എന്നെ വിലക്കി വാങ്ങിയത് കൊണ്ട് ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ അവന്റെ വകയാണ്. என்னை ஆமென் உலகத்துடைய பொன்னும் வெள்ளியும் கொண்டு விலக்கி வாங்கவில்லை, கிறிஸ்துவுடைய விலையேற பெற்ற ரத்தத்தினாலே மீண்டெடுத்தபடியினாலே நான் என்னுடையவன் அல்ல, நான் பரலோகத்துக்குரியவன். കരമടിച്ച് ശക്തിയോടെ പറയാമോ, എന്നെ വ്യാപരിക്കുന്ന രക്തം മനുഷ്യ രക്തമല്ല, യേശുവിന്റെ ശ്രേഷ്ഠമായ അവ രക്തമായതുകൊണ്ട് ആ രക്തത്തെ വില ചോദിക്കും, ആ രക്തം പകരം ചോദിക്കും. ആ രക്തം യേശു രക്തമാണ്. ആ രക്ത ഉടമസ്ഥനായവൻ മൗനമായിരിക്കയില്ല. இந்த ரத்தம் பரலோகத்தின் ரத்தமாய் இருக்கிறபடியினாலே இந்த ரத்தத்தை சிந்துகிற இடத்துல இந்த ரத்தத்துக்கு தேவன் நியாயம் தீர்ப்பார். பரலோகம் மௌனமாய் இருப்பதில்லை. കരമടിച്ച് ആത്മാവിൽ പറയാമോ, கைகளை தட்டி ഞാൻ എത്ര ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ്, நான் எவ்வளவு உன்னதமான ஒரு மனிதன். പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒന്നുകൂടി ആ ഭാഗം പറഞ്ഞിട്ട് ഞാൻ എന്റെ മെസ്സേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. உண்டு இந்த பகுதியை சொல்லி என்னுடைய செய்திக்கு நேராய் வர ആ விரும்புகிறேன். വചനത്തിനകത്ത് നാം ചിന്തിക്കുമ്പോൾ இந்த வசனத்திலே சிந்திக்கும்போது യേശു ക്രിസ്തുവിന്റെ മക്കൾക്ക് ദൈവം കൊടുത്ത സംരക്ഷണ ശ്രേഷ്ഠമാണ്. இயேசு கிறிஸ்து தன்னுடைய பிள்ளைகளுக்கு ஆண்டவர் கொடுத்திருக்கிற அந்த உன்னத காரியம் அது மகிமையானது. ഞാൻ കഴിഞ്ഞ വർഷം നേരത്തെ പറഞ്ഞ കാര്യമാണ്. நேற்றைய தினத்திலே சொன்னேன். ഒന്നാമത്തെ സംരക്ഷണം പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം. ஒன்றாவதாக பரிசுத்த ஆவியானவரை கொடுத்தார். രണ്ടാമത്തെ സംരക്ഷണം ദൈവത്തിന്റെ വചനത്തെ സംരക്ഷണം. இரண்டாவதாக தேவனுடைய வசனத்திலிருந்து கொடுத்தார். മൂന്നാമത്തെ സംരക്ഷണം അവൻ ദൈവത്തിന്റെ രക്തത്തെ യേശു ക്രിസ്തു രക്തത്തിന്റെ സംരക്ഷണമാണ്. மூன்றாவதாக இயேசு கிறிஸ்துவின் இரத்தத்தை கொண்டவர் വീണ്ടെടുத்தார். അത് ഇത് പോരാഞ്ഞിട്ട് അസംഖ്യ ദൂതന്മാരെ കൊണ്ടാണ് വിശുദ്ധ സഭയെ ദൈവം സംരക്ഷിക്കുന്ന കാര്യം. அது போதாதென்று சொல்லி பரிசுத்த தூதர்களை கொண்டு தேவன் தன்னுடைய சபையை நடத்துகிறார். അപ്പോൾ നാം എത്ര ഭാഗ്യവാന്മാരാണ്, நாம் எவ்வளவு பாக்கியவான்கள். ഒന്ന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ഞാൻ ഭാഗ്യവാനാണ്. கரம் கொடுத்து சொல்லுங்க, நான் பாக்கியவான். കൊടുക്ക, കരം കൊടുത്ത്. ഞാൻ സത്യമായി சத்தமா சொல்லுங்க, நான் பாக்கியவான். ഞാൻ ഭാഗ്യവാൻ. ഉറക്കെ,
நான் பாக்கியவான். ഉറക്കെ ഞാൻ ഭാഗ്യവാനാണ്. சத்தமா சொல்லுங்க, நான் பாக்கியவான். ഉറക്കെ ശബ്ദമായി ഞാൻ ഭാഗ്യവാനാണ്. இன்னும் சத்தமா சொல்லுங்க, நான் பாக்கியவான். കൈ വീശി വീശി പറഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാണ്. கை அசைத்து சொல்லுங்க, நான் பாக்கியவான். ഈ ഭാഗ്യം അനുഭവിക്കാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഭാഗ്യം അനുഭവിക്കാത്തവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരെ ഇന്ന് രാത്രിയിൽ ഈ ഭാഗ്യ പദവിയിലേക്ക് സ്വർഗം കൊണ്ടുവരുമെന്ന് ഞാൻ ഇന്ന് രാത്രി പ്രവചനാത്മാ വിശ്വസിക്കുന്നു. എന്റെ വിശ്വസ്തനാണ്. ദൈവത്തിന് വേണ്ടുന്നവരെ ദൈവം പിടിച്ചറിയി കൊണ്ടുവരിക തന്നെ ചെയ്യും. Praise the Lord. ஆமென். இந்த ஆமென் பாக்கியத்தை அறியாதவர்கள் அநேகர் வெளியிலே உண்டு கேட்டுக்கொண்டிருக்கிறார்கள். அப்படி பாக்கியத்தை இழந்து போன அவர்களையும் ஆண்டவர் இந்த பாக்கியத்துக்குள்ளே கொண்டு வருவதற்கு பரலோகத்தின் தேவன் உன்னதமானவராயிருக்கிறார். Hallelujah. Praise the Lord. കരമടിച്ച് കർത്താവ് സ്തോത്രം ചെയ്യാമോ? கைகள் அடித்து கர்த்தருக்கு ஸ்தோத்திரம் பண்ணுங்க. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് தேவனுடைய நோக்கம் என்பது അവനെ സ്വർഗ്ഗത്തിൽ ഇരുത്തുന്ന ശുശ്രൂഷയാണ്. பரலோகத்தில் நம்மை கொண்டு வைக்கிறதுதான் அவருடைய ஊழியம். സ്വർഗ്ഗത്തിൽ എത്താതിരിക്കാൻ തക്കവണ്ണം பரலோகத்தில் நாம் போய் சேராதிருக்கும்படியாக എഫെസോസിനകത്ത് വ്യാപരിച്ച ഒരു അർത്തമിശ്ര ശക്തി ഞാൻ പറഞ്ഞു. எபேசு பட்டணத்தில் வியாபரித்த ஒரு அர்த்தமிஸ் என்று சொல்லுகிற வல்லமையை நான் சொன்னேன். എനിക്ക് ഒരു വാക്യം കൂടി വായിച്ചു തരണം. ஒரு வசனத்தை கூட வாசியுங்கள். അപ്പോസ്തല നടപടികൾ 19-ാം അധ്യായം அப்போஸ்தலர் 19-ஆம் அதிகாரம் അതിന്റെ 19-ാമത്തെ വാക്യം 19 പ്ലീസ്. மாயவித்தைக்காரர்களில் கொண்டு வந்து எல்லாருக்கும் முன்பாக சுட்டரித்தார்கள். അപ്പൊ ജനത്തെ നിത്യത്തിലേക്ക് വിടാതിരിക്കാൻ തക്കവണ്ണം ஜனத்தை பரலோக ராஜ்யத்துக்கு நேராய் அனுப்ப விடாதபடிக்கு ഒരു ശുദ്ധര പ്രയോഗിക്കുന്ന ആൾക്കാർ ശുദ്ധര പ്രയോഗമാണ്. கொஞ்சம் மாயவித்தைக்காரர்கள் அங்கே இருந்தார்கள். மாயவித்தை ശുദ്ധര പ്രയോഗം. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തെ നോക്കിയിട്ട് വിശുദ്ധ ജനത്തെ വിട്ടു തരാതിരിക്കത്തക്കവണ്ണം ശുദ്ധരം ചെയ്ത് മയക്കി വെച്ച ആ ശുദ്ധരത്തിന്റെ ആത്മാവിനെ പരസ്യമായി ഞാൻ ശാസിക്കാൻ പോകുകയാണ്. பொதுவிலே ஆமென் தேசத்தின் ஜனங்களை கத்தரண்டையிலே விடாதபடிக்கு பிடித்து அடக்கி வைத்திருக்கிற அந்த மாயவித்தை ஆவியை அவன் நேரடியாகவே நான் கடிந்து கொள்ளுகிறேன். കരമടിച്ചു നമുക്ക് ഒരുമിച്ച് പറയാം. ശുദ്ധ പ്രയോഗത്തിനെ കേട്ട് ഇന്ന് രാത്രി അഴിഞ്ഞാൽ ഒരു കൂട്ടം ജനം ഇന്ന് രാത്രിയിൽ മാനശാന്തത്തിൽ ദൈവസഭയുടെ അംഗമായിട്ട് വരും. കരമടിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ആ ശുദ്ധ പ്രയോഗത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി പിതാവിന്റെയും അവന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എഫെസോസിൽ അത് തകർന്നു പോലെ തന്നെ ഈ ദേശത്തിൽ ആ പൈശാചിക ശക്തികൾ അത് തകർന്നു മാറുകയാണ്. ആമേൻ. കരങ്ങൾ എടുത്ത് ഉത്സാഹமாக சொல்லுவோம். பிதா குமாரன் பரிசுத்த ஆவியின் நாமத்தில் ஆமென் இந்த தேசத்திலே ஜனத்தை விட்டு கொடுக்காதபடிக்கு சில மாயவித்தை ஆவிகள் ஆமென் செயல்படுகிறது. அது ஆமென் தகர்ந்து போகட்டும். எபேசு பட்டணத்தில் தகர்ந்தது போல இந்த பட்டணத்திலும் இந்த பொல்லாத வல்லமை தகர்ந்து போகட்டும். സ്വർഗത്തിൽ പോകേണ്ടവരെ സ്വർഗീയ സന്തോഷം പ്രാപിക്കേണ്ടവരെ അവരെ പരാതമണ്ണം ശുദ്ധം ചെയ്ത് മയക്കി വെച്ച பரலோக ராஜ்யத்திலே போக வேண்டியவனை ஆமென் பரலோக ராஜ்யத்துக்கு நேரான வழியிலே போக விடாதபடிக்கு அவனை மயக்கி மதிமயங்க வைத்த அந்த பொல்லாத ஆவியை ഗലാത്യർ 2:3 ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? ഗലാത്യർ 2:3 സോറി 3 ഒന്നാമത്തെ വാക്യം. ഗലാത്യർ 3:1 വാസിക്കുക. ദേവദാസന്മാർക്കും ദയവായിട്ട് വായിച്ചു തരാം. ഗലാത്യർ 3:1 വാസിക്കുക. വചനത്തെ തെളിയിച്ച് പ്രസംഗിക്കണമെന്നാണ്, അതുകൊണ്ട് വചനം തെളിയിച്ചാണ് പ്രസംഗം പറഞ്ഞു പോയത്. വായിച്ചേ. സൂത്രം. ആമേൻ. ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. എന്താണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരേ? ഒന്നുകൂടെ. ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. വാ തുറന്ന്. ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. അവർ ബുദ്ധിയില്ലാത്തവരല്ല, നല്ല ബുദ്ധിയുണ്ട്. அவங்க புத்தி இல்லாதவங்க நல்ல புத்தி உண்டு, நல்ல ஸ்காலராണ്, நல்ல படித்தவர்கள். പക്ഷേ ஆனால் ഇവരെ ശുദ്ധരം ചെയ്തവരെ മൈൻഡിനെ മയക്കി அங்கே சில மாயஜாலத்தை பண்ணி இவருடைய புத்தியை கட்டி வைத்திருந்தாங்க. ഈ ദേശത്തിൽ ഇഷ്ടം പോലെ ബുദ്ധിമാന്മാരുണ്ട്. இந்த தேசத்தில் அநேக ஞானமுள்ளவர்கள் உண்டு. നമ്മുടെ വീട്ടിനകത്ത് ഒത്തിരി ബുദ്ധിമാന്മാരുണ്ട്. நம்ம வீட்டுக்குள்ள நல்ல ஞானமுள்ளவங்க உண்டு. ഈ ചർച്ചിൽ വന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൈവശമാക്കി ദൈവരാജ്യത്ത് പോകാൻ താല്പര്യമുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ஆமாம், இந்த சபையில் வந்து கிறிஸ்துவை தங்கள் சொந்த ரட்சகராய் ஏற்றுக்கொண்டு தேவராஜ்யத்துக்கு போக ஆயத்தமுள்ள அநேக ஜனங்கள் உண்டு. അവരിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ, ஆனால் அவர்கள் இங்கே வருவதற்கு திட்டமிடும் போது അവരെ ശുദ്ധരഹിത മയക്കും. அவர் அப்படி மந்திரத்தினால மயக்கி வச்சிருமா. ഹല്ലേലൂയ. Praise the Lord.
ഒന്ന് ഉണർന്നൊരു സ്തോത്രം പറയാമോ? നല്ല ഉണർന്നവർ ഹല്ലേലൂയ சொல்லுங்க. എന്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തി പറയാം. ശുദ്ധ പ്രയോഗത്തിന് കേട്ട് ഈ നാലാമത്തെ രാത്രിയിൽ ഇവിടെ പൊട്ടി മാറി കഴിഞ്ഞാൽ അവൻ ജനം കൂട്ടത്തോടെ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തക്കവണ്ണം ദൈവം കൊണ്ടുവന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ച് ആത്മാവിൽ പറയാ. எங்களோடு ஒன்று சேர்ந்து சொல்லுங்க. அந்த மந்திர வல்லமையினால கட்டப்பட்ட ஜனங்கள் இன்றைக்கு ஆண்டவருடைய நாமத்தினால விடுவிக்கப்பட்டு அவர்கள் தெய்வ சபைக்கு நேராய் கடந்து வரும்படியாக ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் அந்த வல்லமைகள் அழிந்து மாறட்டும் என்று எல்லாம் ஆய்திருந்து சொல்லுங்க. കുടുംബത്തെ വിട്ടുതരില്ലാതെ വാദിക്കുന്ന, തലമുറ വിട്ടുതരില്ല വാദിക്കുന്ന, അവയെ ഭർത്താവ് വിട്ടുതരില്ല വാദിക്കുന്ന, ഭാര്യ വിട്ടുതരില്ല വാദിക്കുന്ന, തലമുറ വിട്ടുതരില്ല വാദിക്കുന്ന ആ പീശാചിനെ കേട്ടിനെ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞു. நாமே குடும்பத்தை விட்டு தர மாட்டேன் என்று சொல்லி, தலைமுறைகளை விட்டு கொடுக்க மாட்டேன் என்று சொல்லி, குடும்பத்தின் நன்மைகளை விட்டு தர மாட்டேன் என்று சொல்லி, சபையில் ஆத்துமாக்களை விட்டு தர மாட்டேன் என்று சொல்லி ஹalleluya வாதிக்கிறதான அந்தகாரத்துடைய ஆவியே இயேசுவின் நாமத்தில் கட்டிடங்கள் செய்யப்படுகிறோம். പാപത്തിന് പുറത്തു വരട്ടെ, ശാപത്തിന് പുറത്തു വരട്ടെ, അധർമ്മത്തിന് പുറത്തു വരട്ടെ, അവന്റെ കാഴ്ചപ്പാട് പോയ അവന്റെ കാഴ്ചപ്പാടിലേക്ക് വരട്ടെ. பார்வை இழந்து போய் பாவத்திலும் சாபத்திலும் கட்டப்பட்டு இருக்கிறவர்கள் ஆமென் அந்த சாப கட்டிலிருந்து வெளியே வருவார்களாக. வெளியே வரும். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. ഷഡബദനബ ശഖരബദന ഹൈദബശദ ഒരറ്റമത മധ്യറ്റമത ആ വചന കത്തുന്നു ആമേ ഭവനത്തിലേക്ക് കത്തുന്നു ആമേ ഈ ശബ്ദം കേൾക്കുന്നത് കത്തുന്നു. ശാപത്തിലെ ചങ്ങലകൾ, ശുദ്ധ പ്രയോഗത്തിലെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ ശാസിക്കുന്നു. ജനത്തെ സ്വതന്ത്രമാക്കിയ യേശുവിന്റെ നാമത്തിൽ വിട്ടുതരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുദ്ധ പ്രയോഗം ചെയ്ത് ജനത്തെ മയക്കുന്ന സ്പിരിറ്റ്, ஆமென், மந்திரம் செய்து ஜனத்தை மயக்கி வைத்திருக்கிற வல்லமை அது இந்த ராத்திரியில் இது வழிஞ்சு மாறுകയാണ്. இன்றைக்கு ராத்திரி அது தேசத்தை விட்டு அழிந்து மாறுகிறது. ഹല്ലേലൂയ. ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ പോകുകയാണ്, ചില ആത്മാക്കൾ സ്നാനപ്പെടാൻ പോകുകയാണ്, ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ പോകുന്നത്, ചില ആത്മാക്കൾ ജ്ഞാനസ്നാനം വരെ പോകുന്നത്, ചില വ്യക്തികൾ ആമേ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുകയാണ്, ചില നபர்கள் കർത്തരുടെ ഊഴിയத்துக்கு തങ്ങളെ ഒപ്പുകൊടുക്കാൻ പോകുகிறார்கள். ഈ ശുശ്രൂഷ വിജയകരമായ ശുശ്രൂഷയായി മാറാൻ പോകുകയാണ്. ആമേൻ. അനേക ഊഴിയങ്ങൾ ജയകരമായ ഊഴിയമായി മാറപ്പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നുകൂടി 19ാമത്തെ വാക്യം അപ്പോസ്തലരുടെ 19ാമത്തെ വാക്യം പാസ്റ്റർ ഒന്നുകൂടി വായിച്ചാൽ സ്തോത്രം. അപ്പോസ്തലർ 19 ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് മാറാൻ പോകുകയാണ്. വായിച്ചേ. மாயவித்தைக்காரர்களில் அநேகர் தங்கள் புஸ்தகங்களை கொண்டு வந்து புஸ்தகம் கொண்டு வந்து எல்லாருக்கும் முன்பாக சுட்டரித்தார்கள். அவைகளில் கிரயத்தை தொகை பார்த்து 50,000 வெள்ளிக்காசுகளாய் கண்டார்கள். എത്രയായിരുന്നു? 50,000. ജനത്തെ ശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവരാജ്യത്തിൽ പോകാൻ തക്കവണ്ണമുള്ളവരെ ദൈവരാജ്യത്തിൽ പോകാതെ വണ്ണം മയക്കാൻ തക്കവണ്ണം അവർ ഉപയോഗിച്ച പുസ്തകത്തിന്റെ വില 50,000. ആമേൻ. ദൈവ ജനത്തെ ആമേൻ പരിശുദ്ധ வாழ்க்கைக்குள் പുസ്തകം ചുടണമെങ്കിൽ 5 കോടി രൂപയുടെ പുസ്തകം എരിക്ക വേണ്ടുമെന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില 5 കോടിയാണോ അതിലധികമാണോ? ഒരു മനുഷ്യനുடைய ആത്മാവുടെ വില 5 കോടിയാ ഇല്ല അതற்கு മേലെയാ? ഞാൻ ഇന്നലെ ശ്രദ്ധിക്കുകയാണ്, ഇവിടുത്തെ മീറ്റിങ്ങും ഫുഡ് കൊടുക്കുന്നു, എല്ലാ സ്ഥലത്തും മൈക്ക് സെറ്റൊക്കെ ചെയ്ത് ഒത്തിരി കാശ് മുടക്കിയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. நேற்றைய முதல் நான் பார்க்கிறேன், அநேக பணங்களை முடக்கி நல்ல ஷெட் எல்லாம் போட்டு ஆகாரங்கள் கொடுத்து வாகனம் எல்லா காரியங்களும் அரேஞ்ச் பண்ணி மிகுந்த மாரத்தோடு இந்த ஊழியத்தை செய்கிறாங்க. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില, அப்போ ஒரு மனுஷனுடைய ஆத்மாவுடைய விலை അത് ഈ ദൈവദാസന്മാർ അറിഞ്ഞിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് സ്തോത്രം. இங்க இருக்கிற தேவதாசர் அதை அறிந்ததுனால தான் இவ்வளவு கஷ்டங்களை நேற்றெடுக்கிறாங்க. 5 കോടി രൂപയുടെ പുസ്തകം ചുട്ടെങ്കിൽ 5 കോടി രൂപയുടെ പുസ്തകത്തെ അവர்கள் എരിപ്പാர்கள் என்றால் എന്റെ ആത്മാവിന്റെ വില എത്രയെന്ന് പറ. அப்ப என்னுடைய ஆத்மாவுடைய விலை என்ன என்பதை சொல்லுங்கள். എന്റെ മകന്റെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞാട്ടെ.
എൻ്റെ മകളുടെ ആത്മാവിൻ്റെ ബലം മനസ്സിലാക്കിയത്. എൻ്റെ പെങ്ങളുടെ, എൻ്റെ ജ്യേഷ്ഠത്തിയുടെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ദേശത്തിലെ ജനത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ വില ഈ ലോകത്തെക്കാളും വിലയെന്നാണ് ഒരു ആത്മാവിൻ്റെ വില. ஓ என்னுடைய மகளுடைய, என்னுடைய மகனுடைய, என்னுடைய குடும்பத்தாருடைய ஆத்மா இந்த உலகத்து பணத்தை காட்டிலும் மேன்மையான விலை உள்ளது. കരമടിച്ചൊന്ന് ആത്മാവിൽ പറയാം, ഈ ലോകത്തേക്കാൾ വിലയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന് വിലയെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കേണ്ട ശുശ്രൂഷയാണ് എൻ്റെ നിങ്ങളുടെ ശുശ്രൂഷ. അത് അർത്ഥമീശെന്ന പീശാന് വിട്ടുകൊടുക്കരുത്, അത് പാപത്തിൽ വിട്ടുകൊടുക്കരുത്, അത് ലോകത്ത് വിട്ടുകൊടുക്കരുത്, അതിനെ തിരിച്ചു പിടിക്കണം. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ, ആത്മനിയോഗം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കരമടിച്ച് പോരാ 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 ആത്മഭാരമുള്ളവർ ஆத்மபாரமுள்ளவர்கள் உணர்ந்து கரங்கள் எடுத்து வாய் திறந்து சொல்லுவோம், இந்த ஆத்மாவுடைய விலை இவ்வளவு பெரியதென்றா. ஆமன், இது அஸ்தமித்தோ எந்த தீயனாலோ இந்த ஆத்மாவை கொண்டு போவதற்கு, இந்த பொல்லாத வல்லமைக்கு அந்த ஆத்மாவை விட்டு கொடுக்க வேண்டாம் என்று சொல்லி முழு விசுவாசத்தோடு முழு தாகத்தோடு கைகளை தட்டி வாய் திறந்து இயேசுவே മനമിറങ്ങും എന്ന് சொல்லுங்க. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ആത്മാവിലെ കെട്ട് പൊട്ടിച്ചു പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് ലോകത്തേക്ക് കൊണ്ട് അതിനെ പാപത്തിലെ വിടത്തില്ല, അത് നരകത്തെ വിട്ടുകൊടുക്കത്തില്ല, അത് പരലോകത്തിലേക്ക് മാത്രമേ അവനെ കൊണ്ടുപോകത്തുള്ളൂ. അതിനു വേണ്ടി പിതാവിന്റെയും അവൻ പുത്രന്റെയും പരിശുദ്ധ നാമത്തെ അവൻ പാപത്തിന്റെ ആത്മാവിനെ പരസ്യമായി കെട്ടടിക്കുകയാണ്. Praise the Lord. இந்த விலையேறப்பெற்ற ஆத்மாவை ஒரு பாவத்தின் வல்லமைகளும் அந்தகாரத்துக்குள்ள கொண்டு போக விடமாட்டோம் என்று சொல்லி பிதா குமாரன் பரிசுத்த ஆவியின் நாமத்தில் இந்த பொல்லாத வல்லமையை பொதுவாக நாங்கள் கடிந்து எரித்து விரட்டுகிறோம். ഒന്ന് കരമടിച്ച് പിതാക്കന്മാരെ മാതാക്കളെ സഹോദരങ്ങളെ ഒരുമിച്ച് വിട്ടുകൊടുക്കത്തില്ല, നരകത്തെ വിട്ടുകൊടുക്കത്തില്ല, പാപത്തെ വിട്ടുകൊടുക്കത്തില്ല, പിശാചിനെ വിട്ടുകൊടുക്കത്തില്ല. അവരെ ഞങ്ങൾ സ്വർഗ്ഗത്തിരുത്തുന്ന അവരെ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ അവരെ കൊണ്ടുപോകത്തുള്ളൂ. അവരെ ഒരു കാരണവശാലും നരകത്തിന് അവരെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. சொல்லுங்க இந்த ஆத்மாக்களை ஒருபோதும் பாவத்திற்கோ அந்தகாரத்திற்கோ நரகத்தின் வல்லமைக்கோ விட்டு கொடுக்க மாட்டோம். வாயை திறந்து ஆண்டவரே இந்த ஆத்மாவை பரலோகத்திலே கொண்டு சேர்க்க வரையிலேயும் கடைசி மூச்சு இருக்க வரையிலேயும் இந்த ஆத்மாவுக்காக தெய்வ ராஜ்யத்தை நோக்கி ஓ ரபா ஷகரதரதரதரதர சுடவரவலவலவல அத்தலகடகவல ശാന്തനാദനകൾ ശനാദന വൈഡവ കടവ ശംബനാദന ശഖുഡ ഒരു ചുടുന്ന ശുശ്രൂഷ, അവൻ തീക്കത് ചുടുന്ന ശുശ്രൂഷ, സാത്താനെ ചുടുന്ന ശുശ്രൂഷ, അവൻ ശുദ്ധത്തെ ചുടുന്ന ശുശ്രൂഷ, പൈശാച പദ്ധതിയെ അവൻ ചുടുന്ന ശുശ്രൂഷ. അവൻ ചുട്ടെങ്കിൽ മാത്രമേ അവൻ ദൈവസഭ അവൻ ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയൂ. Praise the Lord. ஒரு அந்தகாரத்தை சுடுகிற ஊழியம், இந்த பொல்லாத வல்லமையை சுட்டரிக்கிற ஊழியத்தை நாம் கையில் எடுத்தால் ஒளிய, இது எரிக்கப்பட்டால் ஒளிய, இது எரிக்கப்பட்டால் ஒளிய பரலோகத்தில் ஜனத்தை கொண்டு போக முடியும். ஆகையினால் அந்தகார வல்லமைகள் இயேசுவின் நாமத்தில் அது எரிக்கப்பட்டு போகட்டும். അതിനെ ചുട്ടുകളയാണ്, ആ ശക്തിയെ ചുട്ടുകളയുന്നു, ആ ശുദ്ധത്തെ ചുട്ടുകളയുന്നു, സാത്താന്റെ പത്തെ ചുട്ടുകളയുന്നു. അവൻ മനുഷ്യന്റെ ആത്മാവിനെ ദൈവരാജ്യത്തെ കൊണ്ടുപോകാൻ ഇന്ന് രാത്രി വിലപടക്കുകയാണ്. கரமடித்து வாய் திறந்து சொல்லுங்க, ஆண்டவரே இந்த பொல்லாத வல்லமை நாங்கள் சுட்டு எரிக்கிறோம், இதை சுட்டு எரியுங்க, இதை சுட்டு எரியுங்க. இங்கு ஆமென் இழுத்து செல்லப்படுகிற ஆத்துமாக்களை இதோ பரலோகத்துக்கு நேராய் கர்த்தருடைய ஆவியானவர் இழுத்துக் கொள்வீராக. Praise God. ரபா நகல் சலாத நகல் சசினா അവൻ ചില ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ ഭരിച്ച ദുഷ്ട പൈശാചിനെ കെട്ടിന്, പാപത്തിന്റെ സ്വഭാവത്തിന് കെട്ടിന്, ശാപത്തിന് കെട്ടിന് ഇന്ന് രാത്രി ചുട്ടുകളയുന്നു. അവന്റെ മനുഷ്യന്റെ ആത്മാവിന് വില മനസ്സിലാക്കി അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ ദൈവകൃപ മനസ്സിലാക്കുന്നവർ ഒരുമിച്ച് എന്നെ ചെയ്യുന്ന 40 നിമിഷം അഭിഷേകത്തെ പറയാ, ദൈവരാജ്യത്തെ സ്വർഗരാജ്യത്ത് ഞാൻ അവരെ എത്തിക്കുന്നവരെയ അവരെ പുറകെ വ്യാപരിക്കുന്നതായ ആ ഇരുട്ടിന്റെ ആത്മാവിനെ ഞാൻ പോട്ടിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. உணர்ந்து ஜெபிக்கிற தேவ பிள்ளைகள் கைகளை தட்டி வாயை தட்டி சொல்லுங்க, ஆமென். அந்தகாரத்துடைய வல்லமைகள் துஷ்ட கிரியைகள் இந்த ஜனத்தை ஆமென் பின்பளித்து வைக்கிறது, அதை இயேசுவின் நாமத்தில் சுட்டரித்து ஆமென் ஜெயம் எடுக்கும் வரையிலேயும் விடுவிக்கும் வரையிலேயும் வெளியிலே கொண்டு வரும் வரையிலேயும் பரலோகத்தில் கொண்டு சேர்க்கும் வரையிலேயும் இந்த ஆத்மாவை விடாதபடிக்கு தெய்வ நாமத்தில் திறப்பற நின்று போராடுவேன் சொல்லி கைகளை தட்டி வாய்களை திறந்து இயேசுவே சுபா ரபா 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 கபா ரபா
അടിയട്ടെ അടിയട്ടെ. ശുദ്രതക്കെട്ട് അഴിയുന്നു, മന്ത്രവാദക്കെട്ട് അഴിയുന്നു, പാപക്കെട്ട് അഴിയുന്നു, അധർമ്മത്തെക്കെട്ട് അഴിയുന്നു, ശാപക്കെട്ട് അഴിയുന്നു. ജനം പുറത്തു വരുന്നു, ജനം പുറത്തു വരികയാണ്, ജനം പുറത്തു വരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി പുറത്തു വരുന്നു, സ്വർഗം പ്രാപിക്കാൻ പുറത്തു വരുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ജനം പുറത്തു വരുന്നു. അവൻ മാനസാന്തരപ്പെടുവാൻ ജനം പുറത്തു വരുന്നു, സ്നാനപ്പെടാൻ ജനം പുറത്തു വരുന്നു, അവൻ വിശുദ്ധരാ ജീവിപ്പാൻ അവൻ ജനം പുറത്തു വരുന്നു. ദൈവരാജ്യത്തിന്റെ ശബ്ദം കേൾക്കാൻ അവൻ ജനം പുറത്തു വരികയാണ്. ஓ இதோ சத்துருடைய பாளையத்திலே தீப்பற்றி எரிகிறது. அவன் பிடித்து வைத்த ஜனங்கள் இதோ வெளியிலே வருகிறார்கள். அவன் கட்டி வைத்தவன் வெளியில வருகிறான். அவனால் சிறைப்பட்டவன் வெளியில வருகிறான். அவனால் பிடிக்கப்பட்டவன் இதோ ஓடி வருகிறான். கையை தட்டி இதோ சிறையிருப்பு முடிந்தது, இதோ சிறையிருப்பு முடிந்தது, இதோ சிறையிருப்பு முடிந்தது, இதோ சிறையிருப்பு முடிந்தது. അത് ചുട്ടുകളയുന്നു, അഭിഷേകം തീക്കകത്തേക്ക്, ദൈവനെ തീക്കകത്തേക്ക്, അശാപത്ത് തീക്കകത്തേക്ക് ഉണ്ടാവുന്ന. ஓ நாங்கள் சுட்டரிக்கிறோம். இதோ சத்துரு மண்டலத்தை நாம தீக்குள்ளாக்குறோம். சொல்லுங்க நாம தீக்குள்ளாக்குறோம். அவனுடைய சங்கலிகள் எரிகிறது. அவனுடைய நுகங்கள் எரிகிறது, அவனுடைய கட்டுகள் எரிகிறது, அவனுடைய வல்லமைகள் எரிகிறது. இதோ ஜனம் விடுவிக்கப்படுகிறது. ഹല്ലേലൂയ. ചില യൗവനക്കാർ ദൈവം തൊടുകയാണ് കേട്ടോ. ഇപ്പോ சில வாலிபர்களை கத்த தொடுகிறார். ചില മാതാപിതാക്കൾ സന്തതി ഇന്ന് രാത്രി ദൈവം തൊടുന്ന വെളിപ്പാട് ഞാൻ കാണുകയാണ്. சில தாய் தகப்பன்മാരുടെ സന്തതികളെ കത്ത തൊടുகிறது ഉണർகிறேன். ദൈവത്തിലേക്ക് വരാതവൻ അനുസരണക്കെട്ടാൽ ജീവിക്കുന്ന തലമുറകളെ ദൈവാത്മ ഇന്ന് രാത്രി തൊടുകയാണ്. ദൈവ സമൂഹത്തിൽ വരാതെ കീഴ്പടിയാതെ ചില തലമുറകളെ കർത്തരുടെ ആവിയാനവർ തൊടുகிறார். ഇന്ന് രാത്രി ദൈവാത്മാവ് അവരെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവേശിക്കത്തക്കവണ്ണം അവർ വിശുദ്ധന്മാരായ വിശുദ്ധമതികളാക്കി പരിശുദ്ധം തീർക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ഇന്നേക്ക് രാത്രി അവർ പരലോക രാജ്യത്തിൽ പ്രവേശിക്കുമ്പടിயாக വിശുദ്ധ ജനമായി മാറുമ്പടിயாக പരലോകം இதோ அவர்களை ஆமென் இழுத்து செல்கிறது. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരമുയർത്തി ഹല്ലേലൂയ சொல்லுங்க. 19-20 വാക്യം കൊണ്ട് വായിച്ചത്. 19-20 വാക്യം ഇങ്ങനെ: இவ்வளவு பலமாய் கர்த்தருடைய வசனம் விருத்தி அடைந்து மேற்கொண்டது. ഒന്നുകൂടി പാസ്റ്റർ പ്ലീസ് ഒന്നുകൂടി വായിക്കാം. இவ்வளவு பலமாய் ഒന്നുകൂടി എല്ലാവരും ചേർന്ന് പറയാമോ? இவ்வளவு பலமாய். ഒന്നുകൂടെ. இவ்வளவு பலமாய். ഇതുവരെയും അവിടുത്തെ ജനത്തിന് എന്തില്ല? ഇതുവരെയ്ക്ക് ജനത്തിന് என்ன இல்ல? ബലമില്ല. അവിടെ ഭരിച്ചത് ആരാ? വേറൊരു ബലമായ ശക്തിയാണ്, അർത്തമീസ് എന്ന സ്ത്രീ ശക്തി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുരുഷ ശക്തികളെക്കാൾ ഭയങ്കര ശക്തി സ്ത്രീ ശക്തിക്കാണ്. இந்த புருஷ வல்லமைகளை காட்டிலும் மிகுந்த வல்லமை உள்ளது பெண் ஆவி. ഞാൻ അത് വിവരിക്കാൻ എൻ്റെ മുമ്പ് സമയമില്ല, അത് വിവരിക്കാൻ നേരമില്ല. എന്ത് ശക്തിയാകട്ടെ, നമുക്ക് ഒറ്റ ശക്തി മതി, പരിശുദ്ധാത്മ ശക്തി. എന്ത് ശക്തിയായിരുന്നാലും அதை തകർப்பதற்கு ഒരേ ശക്തി പരിശുദ്ധ ആവിയാന്റെ വല്ലമേ. നിങ്ങൾ കൈ അടിക്കുമ്പോൾ കൈ ഒന്ന് എൻ്റെ കൈ ഒരു ഈ ഭയങ്കര ഹാർഡാണ് അല്ലേ? എൻ്റെ കൈ ഹാർഡുണ്ടോ പാസ്റ്റർ? പാസ്റ്ററുടെ കൈ ரொம்ப ഹാർഡാ இருக்குது. ഭയങ്കര ഹാർഡാണ്. ഞാൻ ശരിക്കും കൈ അടിക്കും. ഞാൻ നല്ല കൈ അടിത്താറ. ഒരാൾ എന്നെ ചോദിച്ചു, പാസ്റ്റർ മമ്മട്ടി വെട്ടാൻ പോകുന്നു. മമ്മട്ടി വെട്ടിയതല്ല, കൈയടിച്ച് കെട്ടടിച്ചതാണ്. ഇത് മമ്പട്ടി വെട്ടി കായ്ത്തതല്ല, നല്ല കൈയടിച്ച് ആരാധിത്ത് കെട്ടുകളെ അവിടുത്ത കൈ. നിങ്ങളുടെ പലരും കൈയടി കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുകയാണ്. ഉങ്ക പലരുடைய കൈയടിയെ பார்த்த பொழுது சிரிப்பு வருகிறது. അങ്ങനെ ഞാൻ കൈയടിച്ച് കെട്ടുപൊട്ടിച്ച് വിജയിച്ചാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കൈ അടിത്ത് അവൻ ആരാധിത്ത് കെട്ടை പൊട്ടിനതിനാൽ ജയം എടുത്തനാണ് இந்த സ്റ്റേജിൽ നിൽക്കുന്നത്. എൻ്റെ കൈ പൊട്ടി ഈ ചക്കപ്പഴം പിഞ്ച് പോലെ എൻ്റെ കൈയെല്ലാം ശരീരത്ത് മൊത്തം ബ്ലഡായി. இந்த கை அடித்து அந்த கையெல்லாம் பிஞ்சு இந்த சக்கப்பழம் மாதிரி பிஞ்சு அதுல இருந்து வடிந்த ரத்தம் அவருடைய சட்டையில எல்லாம் வழிந்து. എന്നിട്ട് നിർത്തിയില്ല. ஆனாலும் நிறுத்தல. ആ പിശാചിനെ കെട്ട് അടിക്കുന്നത് വരെയും അടിച്ചു പൊട്ടിച്ചു. സ്തോത്രം ചെയ്യുക. அந்த பிசாசுடைய கட்டை ஆவிழ்த்து போடுகிறது வரையிலும் கையை அடித்து போட்டுனாங்க. കൈയടിക്കുന്ന ജയത്തിന്റെ തെളിവാണ് കേട്ടോ. அவன் கை അടിப்பது என்பது ஜெய கோஷத்தினுடைய தெளிவு. പരാജയ ശബ്ദമല്ല, കൈയടിക്ക ജയമാണ്. அவன் கை அடிக்கிறது ஏதோ சத்தம் உண்டாக்குறதல்ல, அது ஜெயம். നിങ്ങൾ ജയിച്ചു എന്ന തെളിവാണ് കൈയടിക്കുന്നത്. സ്തോത്രം. நீங்கள் ஜெயிச்சா நீங்கள் ஜெயித்தீர் என்பதை தெளிவுபடுத்துகிறதா உங்க கையடி. എങ്കിലും ഒന്ന് കൈയടിച്ചു നോക്കിയേ. ഇന്ന് നമുക്കൊരു പ്രബലപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. இன்றைக்கு நாம் பெருசப்படுத்த போகிறோம். ஆமென். நம்ம பிரபலப்பட போகிறோம். கையை நல்லா அடிச்சு
നന്നായി കൈയടിച്ച് നോക്ക്. നല്ല കൈ അടിച്ച് നന്നായി കൈയടിച്ച് നോക്ക്. നല്ല കരങ്ങൾ അടിയത്ത് ആ ശബ്ദമൊക്കെ ഉറക്കെ. ശബ്ദം ഉയരട്ടോ നന്നായി കൈയടിച്ച് ശക്തിയോടെ. നല്ല ശക്തിയോടെ നന്നായി കൈയടിച്ച് നല്ല വല്ലമയോട് അടിയുங்க. നല്ല ഉത്സാഹത്തോടെ ജയിക്കുന്നു. പിശാച് തോറ്റു, നാം ജയിച്ചു. പിശാച് തോറ്റു, യേശു നാമം ജയിച്ചു. നരകം തോറ്റു, സ്വർഗം ജയിച്ചു. ഇനി നരകത്തിലേക്ക് ഇതിനകത്ത് കിട്ടില്ല. നരകത്തിൽ ഒന്നും കിടക്കാതെ നരകത്തിലേക്ക് പിശാചിന് ആരെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നരകത്തിൽ പിശാചി ആരെ കൊണ്ടുപോകാൻ മുടിയാതെ. പോരാ. ഇങ്ങനെ ദൈവത്തിന്റെ നാമം ബലപ്പെട്ടു. ദൈവസഭ ബലപ്പെടുകയാണ്, കുടുംബം ബലപ്പെടുകയാണ്. സാത്താൻ തോൽക്കുന്നു. അവന്റെ പാപശക്തികൾ തോക്കുന്നുണ്ട്. പാപശക്തി തോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പാപശക്തി തോക്കുന്നുണ്ട്. അധർമ്മശക്തി തോക്കുന്നുണ്ട്. യേശുവിന്റെ നാമം ഈ രാത്രി ഉയരുകയാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, സ്വർഗത്തിൽ തന്നെ പേരെഴുതുവാൻ. பாவத்தின் வல்லமை தோல்கிறது. ஆமை சத்துருடைய வல்லமை தோல்கிறது. அந்தகார வல்லமை தோற்று போகிறது. ஆமை கையடித்து ஆமை துஷ்ட சக்திகள் தோற்று போகிறது. இது ஜெயத்தின் நாள். தெய்வ சபை ஜெயம் எடுக்கிறது. குடும்பங்கள் ஜெயம் எடுக்கிறது. பக்தி ஜீவிதங்கள் ஜெயம் எடுக்கிறீங்க. உங்க வாழ்க்கையில ஜெயம் எடுக்கிறீங்க. தலைமுறை மேல ஜெயம் எடுக்கிறீங்க. குடும்பத்தின் மேல ஜெயம் உண்டாகிறது. ஊழியத்தின் மேல ஜெயம் உண்டாகிறது. உங்க விசுவாச வாழ்க்கை மேல ஜெயம் உண்டாகிறது. பரிசுத்த வாழ்க்கை மேல ஜெயம் உண்டாகிறது. ஆமென். சத்துரு மண்டலத்தை தகர்க்கறீங்க. இதோ சத்துரு தகர்க்கப்படுகிறார். சத்துரு தகருகிறார். துஷ்டன் ஓடுகிறார். பாவக்கட்டு தகருகிறது. பாவ வல்லமை தகருகிறது. பாவக்கட்டு தகருகிறது. பாவ வல்லமை தகருகிறது. துஷ்ட வல்லமை தகருகிறது. பாவ கிரியை அழிகிறது. பாவ சக்தி அழிகிறது. பாவ வல்லமை அழிகிறது. பாவ கிரியை அழிகிறது. பாவ ஆவி அழிகிறது. பாவ ஆவி அழிகிறது. பாவ ஆவி அழிகிறது. பாவ ஆவி வழிகிறது. பாவ ஆவி அழிகிறது. பாவ வல்லமை அழிகிறது. பாவ வல்லமை அழிகிறது. Yes, hallelujah. ഇനി ആരെയും പിശാചിനെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ആരെയും പിശാച് നരകത്തിൽ എടുത്തു ചെല്ല മുടിയാതെ. ആ വാക്യം ഒന്നൊരു വാക്യം 20-ാമത്തെ വാക്യം. ഇவ்வளவு ബലമായി യോടെ പരന്ന് പ്രബലപ്പെട്ടത് വാക്കാണ്. ആമേൻ. കർത്തരുടെ വചനം വൃത്തിയടൈந்து മേൽക്കൊണ്ടത്. കർത്താവിന്റെ ശക്തി വചനം പരന്ന് ബലപ്പെട്ടു എന്നാണ്. പരന്നു പറഞ്ഞ അറിയാലോ, സ്പ്രെഡായി. കർത്തരുടെ വചനം എങ്കും പരമ്പിനത്. വചനം പരന്നപ്പോൾ വചനം ദേശമെങ്കും പരവിന പൊഴുത് അർത്തമീസിനെ കാണിയില്ല വാസ്തേ. അർത്തമീസുடைய விளையாட்டு அங்க முடிந்தது. മന്ത്രവാദി അവിടെ ഇല്ല. മന്ത്രവാദി അங்க ഇല്ല. ശകുനവാദി അവിടെ ഇല്ല. ശൂന്യക്കാരങ്ങ ഇല്ല. കെട്ട് അവിടെ ഇല്ല. പാപത്തിൻ വല്ലം അங்க ഇല്ല. എഫെസോസിനകത്ത് ഒറ്റ ശക്തി ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമായിരുന്നു. എഫേസ് പട്ടണത്തിലുള്ള ഒരേ വല്ലമ ഇരുന്നത്. അത് പരിശുദ്ധ ആവിയാരുടെ വല്ലമ. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയാം. ഒന്നുകൂടി ആ കാര്യം ഒന്ന് ഉയർത്തിയാൽ എനിക്ക് സന്തോഷത്തോടെ ആ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ പറ്റും. ഒന്നുകൂടെ ഹല്ലേലൂയ. വചനം പരന്നു. വചനം പരവിനത്. വചനം പരക്കുന്ന മുമ്പിൽ പരന്നത് വേറൊരു ശക്തിയായിരുന്നു. இந்த வசனம் பரவி போவதற்கு முன்னதாக பரவி இருந்தது வேறொரு வல்லமை. ആമേൻ. വചനം കേറി പോകുന്ന വീട്ടിൽ, വചനം കേറുന്ന മുമ്പിൽ ആ വീട്ടിൽ വേറൊരു വ്യക്തിയായിരുന്നു ഉണ്ട് വാക്ക്. വചനം കടന്നു പോകുന്ന அந்த വീട്ടിലെ அதற்கு முன்பதாக വേറൊരു വല്ലமை கடந்து சென்றிருந்தது. എഫെസോസിനകത്ത് പരന്നിരുന്ന മൊത്തം വേറൊരു ശക്തിയായിരുന്നു. அந்த எபேசு പട്ടണം മുഴുവതുமாக വേറൊരു വല്ലமை പരവി ഇരുന്നത്. പക്ഷേ പൗലോസും 12 ശിഷ്യന്മാരുമായിട്ട് ആത്മശക്തിയിൽ പോരാടാൻ തുടങ്ങി. ആ
ശക്തിയുടെ മേൽ പിശാച് ശക്തി ജയിച്ചു. ശുദ്ര செய்திருந்த துஷ்ட வல்லமை தேசம் விட்டு ஓடுகிறது. ചില കുടുംബത്തെ ഭരിച്ച പിശാചിനെ കെട്ടി ഇന്ന് രാത്രി ഓടുന്ന കാണുകയാണ്. சில குடும்பத்தை ஆளுகை செய்த பிசாசுடைய கட்டு தேசம் விட்டு ஓடுகிறது. കുടുംബജീവൻ തകർത്ത ചില പിശാച് കെട്ടുകൾ ഇന്ന് രാത്രി ഇതിനെ അഴിഞ്ഞു മാറുകയാണ്. குடும்பத்தை தகர்த்த சில பிசாசின் வல்லமை இன்றைக்கு ராத்திரி அது அழிந்து மாறுகிறது. പാപത്തിലേക്ക് വിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കിയ ആ പിശാചിനെ കെട്ടി ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. பாவத்தை கொண்டு வந்து தற்கொலைக்கு நேராய் தூண்டின அந்த பிசாசின் வல்லமை இதோ அழிந்து மாறுகிறது. വചനം പരക്കാൻ തുടങ്ങി. പിശാച് പാലായനം ചെയ്യാൻ തുടങ്ങി. വചനം ശക്തിപ്പെട്ടു. സാത്താൻ ക്ഷയിക്കപ്പെട്ടു. വചനം ശക്തിപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെട്ടു. സാത്താന്റെ ശക്തികൾ തകർക്കപ്പെട്ടു. ஆமென் ஆமென். வசனம் பலப்பட்டது. வசனம் பலப்பட்டது. சாத்தானுடைய வல்லமை தகர்க்கப்பட்டது. வசனம் பரவினது, பலப்பட்டது. சாத்தானுடைய வல்லமை தேசத்தில் முழுவதுமாய் தகர்க்கப்பட்டது. Praise the Lord. സോക്രട്ടീസും അരിസ്റ്റോട്ടും പ്ലേറ്റോയും കൊണ്ട് നിരങ്ങി ആ ദേശത്തെ ബുദ്ധിമാന്മാരാക്കി എന്ന് പറയുന്ന ആ ദുഷ്ട പിശാച് സകല കെട്ടിനെയും എന്റെ കർത്താവിന് ശക്തിയാൽ പൗലോസിൽ കൂടെ ആ ബന്ധനത്തെ മൊത്തം അഴിച്ചു മാറ്റി. சோக்ரட்டிஸ் பிளேட்டோ என்று சொல்லக்கூடிய நிமித்தமாக அந்த தேசத்தை பெரிய ஞானவான் என்று சொல்லிக் கொண்டிருந்து ஞானம் என்று சொன்ன அந்த பிசாசின் வல்லமை என் கர்த்தருடைய மகத்துவத்தினாலே முற்றிலுமாய் அழிக்கப்பட்டு போனது. Praise the Lord. Praise the Lord. ഇതിന്റെ ഭാഗത്തിന്റെ ഒന്ന് രണ്ട് വെളിപ്പാട് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എഫേസ്യ നിരുപത്തിലെ ചില വെളിപ്പാടുകളെ ചൊല്ലി ഞാൻ ജപിക്കാൻ പോകുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും കൂടി ശക്തമായി വായിക്കാം. എന്റെ മെസ്സേജ് അവനെ ഉയർപ്പിച്ച് പാപത്തിൽ നിന്നും ശാപത്തും ഉയർപ്പിച്ച് സ്വർഗത്തിൽ എന്റെ കർത്താവിന്റെ കൂടെ ഇരുത്തി. ഇപ്പോൾ നാം ഇരിക്കേണ്ടത് സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെയാണ്. അതാണ് ദൂത് സ്തോത്രം. ഇവരുടെ செய்தியுடைய தலைப்பு பாவத்திலும் சாபத்திலிருந்தும் கர்த்தர் அவனை உயர்த்தி பரலோக ராஜ்யத்தில் அவரோடு கூட அமர்த்தினார். அதுதான் செய்தி. ഇനി വായിച്ച 1-ാമത്തെ വാക്യം. സ്വർഗത്തിലെ വായിച്ച 1-ാമത്തെ വാക്യം. எபேசியர் 1-ாமത്തെ വാക്യം. எபேசியர் 1-வது வசனத்தை வாசிப்போம். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் பிதாவாகிய தேவனுக்கு ஸ்தோத்திரம். அவர் கிறிஸ்துவுக்குள் உன்னதங்களிலே ஆவிக்குரிய சகல ஆசீர்வாதத்தினாலும் நம்மை ஆசீர்வதித்திருக்கிறார். നോക്കണം, ഇത് പണ്ട് ഇല്ലായിരുന്നു. ആശീർവാദം എന്ന കാര്യം എഫെസോസുകാർക്ക് അറിയത്തില്ല. ஆசீர்வாதம் என்கிற வார்த்தை எபேசிய பட்டணத்தார் அறியாமல் இருந்தார்கள். അതിന് പകരം അവിടെ മൊത്തം ശാപങ്ങളും അധർമ്മങ്ങളും പാപങ്ങളും കൊണ്ട് മൂടി അവർക്ക് പട്ടണത്തെ കെട്ടുപൊട്ടിച്ച് പിശാചിനെ അഴിച്ച് മാറിയപ്പോൾ സ്വർഗീയ സന്തോഷം പട്ടണത്തിൽ വെളിപ്പെട്ടപ്പോഴാണ് അനുഗ്രഹം എന്ന പേര് അവർ കേൾക്കാൻ തുടങ്ങിയ സ്തോത്രം. அந்த பட்டணம் முழுவதுமாய் சாபமும் அந்தகாரமும் பிசாசின் வல்லமைகளும் ஆமென் முழுவதுமாய் குடிகொண்டிருந்தபடியினாலே ஆண்டவர் அந்த கட்டுகளை அவிழ்த்தெறிந்து அந்த பட்டணத்தை ஆசீர்வாதமாய் சந்தோஷமாய் மாற்றினார். സ്വർഗം നമ്മുടെ അടുക്കൽ ഇറങ്ങി വരികയും പരലോകം നമ്മുടെ അരുകാമൽ ഇറങ്ങി വന്ന് നമ്മെ സ്വർഗത്തിരുത്തുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന് ഞാൻ പ്രാപ്തനാകുന്ന വാക്ക്. നമ്മை பரலோகத்திலே கொண்டு அமர செய்யும் பொழுதுதான் கிறிஸ்துவுடைய ஆசீர்வாதத்திற்கு பங்காளிகளாய் நாம் மாறுகிறோம். ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ശക്തി ആസ്വദിക്കാത്തവർക്ക് അനുഗ്രഹം, ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന് അവർ യോഗ്യനല്ല. கிறிஸ்துடைய அந்த ராஜ்யத்துடைய வல்லமையை அவன் அனுபவித்த புரியாதவர்களுக்கு அந்த ராஜ்யத்துடைய ஆசீர்வாதத்தை அவர்கள் பெற்றுக்கொள்ள முடியாது. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, நான் ஆவியிலே சொல்கிறேன், പാപത്തെ പൊട്ടിച്ചു, பாவத்தை உடைத்தார், അധർമ്മത്തെ പൊട്ടിച്ചു, அதர்மங்களை உடைத்தெறிந்தார், ശാപത്തെ പൊട്ടിച്ചു, ശാപത്തെ ഉடைத்தெறிந்தார், സകല സാത്താനെ കെട്ട് പൊട്ടിച്ചു, സകല സാത്താനുடைய വല്ലമകളെ കാളിത്താർ. ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ சொல்கிறார், സ്വർഗ്ഗത്തിലെ കർത്താവായ യേശുവിന്റെ സകല അനുഗ്രഹത്തിനും ആ വ്യക്തി യോഗ്യനായി മാറി. സ്തോത്രം. இப்பொழுது பரலோகத்தின் ஆமென் ஆண்டவருடைய சகல ஆசீர்வாதத்தின் சுதந்திரவாளிகளாய் அவர்கள் மாற்றப்பட்டார்கள். ഇത് 22-ാമത്തെ വാക്യം 23-ാമത്തെ വാക്യവും സർവവും എല്ലാവற்றைയും അവരുടെ പാദങ്ങൾക്ക് കീഴ്പ്പെടുത്തി. നോക്കണം, ഇപ്പോ നേരത്തെ ആടെ പാദത്തിലായിരുന്നു, അർത്തമീസിന്റെ പാദത്തിലായിരുന്നു എഫെസോസിലെ സകല പ്രിയപ്പെട്ടവരും. நேரமே இந்த அர்த்தமிஸ் என்று சொல்லக்கூடிய பிசாசின் பாதத்திலே இந்த எபேசு பட்டணத்துடைய ஆசீர்வாதங்கள் கொட்டப்பட்டிருந்தது. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ആമേ തപ്പിത്തുകൊള്ള നിனைத்தாலும் തപ്പിக்க വിടുവதில்லை. ആമേ ഉയർച്ച പ്രാപിക്കാൻ ശ്രമിച്ചാൽ ഉയർച്ച പ്രാപിക്കാൻ സമ്മതിക്കില്ല. ഉയർவை നോക്കി വന്നാലും ഉയര വിടാതെ. ആമേ വരുമാനം വരുന്നുവെങ്കിൽ എല്ലാം ചിതറി പോവുകയാണ്. വരുമാനം വന്നാലും എല്ലാം ചിതറി പോകുന്നത്. നല്ല കുടുംബമാണ്, പക്ഷേ നല്ല കുടുംബമായി ജീവിക്കാൻ തക്ക സമ്മതിക്കാതെ വണ്ണം കുടുംബത്തെ നരകമാക്കി കൊണ്ടിരുന്ന അന്തരീക്ഷമായിരുന്നു. நல்ல குடும்பம் தான், ஆனால் குடும்பமாய் வாழ முடியாதபடிக்கு குடும்பத்தை
നരകമായി മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ കർത്താവിൽ അവർ വന്നു, അവൻ ശുദ്രപ്രയോഗ ചുട്ടുകളഞ്ഞു, ശകല കെട്ടും അഴിഞ്ഞു മാറിയപ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം നമ്പർ 1 അവർക്ക് പ്രാപിക്കാൻ പറ്റി. 2, ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് അവൻ ജനം വരാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. Praise the Lord. சத்துருடைய எல்லா பில்லுச்சூரி அந்தகார கட்டுகளை கர்த்தர் அதை சுட்டரித்த பொழுது ஆமென், முதலாவது கிறிஸ்துவின் அருகாமையில் வந்து அமர அவர் கிருபை செய்தார். இரண்டாவதாக கிறிஸ்துவுடைய சகல நன்மைகளை அவர்கள் பெற்றுக்கொள்ள கிருபை செய்தார். ആ വാക്ക് ദിവസം വായിച്ച പുറത്തുവിടാമോ? 22-23 വാക്യപ്പെടുന്നത് വായിച്ചു. எல்லாவற்றையும் அவருடைய பாதங்களுக்கு கீழ்ப்படுத்தி எல்லாவற்றையும் எல்லாவற்றாலும் நிரப்புகிறவருடைய നിറവാകുന്ന ശരീരമാകുന്ന സഭയ്ക്ക് അവർ எல்லாவற்றுக்கும் மேலான தலையாக தந்தொறினார். യേശുവിനെ. ആ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? இந்த வார்த்தை புரிகிறதா? ഇപ്പോൾ ഇതിന്റെ തല ആരായി മാറി? സഭയുടെ തല ക്രിസ്തു. ഇപ്പൊ സഭയുടെ തല ക്രിസ്തു. ക്രിസ്തുവിന്റെ ശരീരം ഞാൻ, ക്രിസ്തുവിന്റെ ശരീരം ഞാൻ. ക്രിസ്തു എന്ന മണവാളൻ, ക്രിസ്തു എന്ന മണവാളൻ, മണവാട്ടി എനിക്ക് വേണ്ടി, മണവാട്ടി എനക്കാக എല്ലാം നിറച്ചു തന്നു. எனக்காக எல்லாம் நிறைத்து தந்தார். പഞ്ചമില്ല, பஞ்சமில்லை, கடமில்லை, கஷ்டமில்லை, രോഗമില്ല, வியாதி இல்லை, അസമാധാനമില്ല, சமாதானக்கேடு இல்லை, കരച്ചിലില്ല, அழுகை இல்லை, പരാതി ഇല്ല, புறங்குறுதல் இல்லை, வேதனை இல்லை. കാര്യം വേദനപ്പെടണമെങ്കിൽ ആദ്യം ക്രിസ്തു വേദനപ്പെടണം. நீங்கள் வேதனைப்பட வேண்டும் என்றால் முதலாவது கிறிஸ்து வேதனைப்பட வேண்டும். ക്രിസ്തു വേദനപ്പെട്ടെങ്കിലേ ഞാൻ വേദനിക്കത്തുള്ളൂ. கிறிஸ்து வேதனைப்பட்டால் தான் நான் வேதனைப்பட முடியும். സദൃശവാക്യത്തിനകത്ത് ഇങ്ങനെ വാക്യടപ്പുണ്ട്. സദൃശവാക്യം നീതിമൊഴികൾ எப்படி சொல்லப்படுகிறது? ആമേൻ. കുഴിമുയ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും ആ കുളിമുയൽ അത് ബലമില്ലാத ഒരു ജാതി என்றாலும் അതിനെ ദൈവം പാർപ്പിച്ചിരിക്കുന്ന പാറയ്ക്കകത്താണ്. அதை ആண்டவர் வைத்திருக்கிறது பாறைக்குள்ளாலே. ആമേൻ. അത് കൊരിന്ത്യനകത്ത് പൗലോസ് പറയുന്നു, കൊരിന്ത്യത്തിൽ പൗൽ சொல்கிறார், ആ പാറ ക്രിസ്തുവാണ്. அந்த பாறை கிறிஸ்து. ക്രിസ്തു ആമേൻ പാറയാണെങ്കിൽ, கிறிஸ்து பாறை என்றால் എന്നെ പാർപ്പിച്ചിരിക്കുന്ന പാറയ്ക്കകത്താണ് പാർപ്പിച്ചിരിക്കുന്നത്. என்னை ஆண்டவர் வைத்திருக்கிறது பாறைக்குள்ளாலே. ആമേൻ. ഹൈ പ്രൊട്ടക്ഷൻ ആണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്ക്. ஒரு பெரிய பாதுகாப்பை கர்த்தர் தந்திருக்கிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഭാഗ്യമല്ലേ ഞാൻ ക്രിസ്തുവിനകത്ത് വന്നാൽ. எவ்வளவு பாக்கியவான் நான் கிறிஸ்துவுக்குள் வந்த பொழுது. ആത്മമണവാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയെ ഞാൻ തീർന്നു കഴിഞ്ഞാൽ ഞാൻ പാറയ്ക്കകത്താണ്. മണവാളുടെ മണവാട്ടിയായി ഞാൻ മാറ്റപ്പെട്ടാൽ ഞാൻ ക്രിസ്തുവാകിയ പാറയ്ക്കുള്ളേ. ആ മണവാൾ എനിക്ക് വേണ്ടി സകലവും നിറച്ചു തന്നു. അപ്പൊ എന്റെ വീട്ടിനകത്ത് ആത്മീകമായാലും ഭൗതികമായിരുന്നാലും എന്ത് നന്മയാലും എന്നെ മൊത്തം സന്തോഷം നിറയ്ക്കുന്നത് മണവാളനായ അവ ക്രിസ്തുവിന്റെ അവ ജോലിയാണെങ്കിൽ ഈ രാത്രി ആത്മാവ് പറയാ, ഞാൻ മണവാട്ടിയായിരിക്കുമ്പോൾ എന്റെ പഞ്ചം മാറ്റ്, എന്റെ കഷ്ടം മാറ്റ്, എന്റെ രോഗം മാറ്റ്, എന്റെ ഭയം മാറ്റ്, എന്റെ ദുരിതം മാറ്റ്, സകല ആകുലം മാറ്റി അവർ ഞാൻ സേഫ് സോണിനകത്തായിരിക്കും. സ്തോത്രം. பிரைஸ் தி லார்ட். நான் மணவாளனுக்குள்ளாக இருப்பேன் என்றால் என் பஞ்சத்தை, என்னுடைய வேதனையை, என்னுடைய துக்கத்தை, பாரத்தை எல்லாவற்றையும் மாற்றி நான் முழுவதுமாய் கிறிஸ்துவுடைய ஆசீர்வாதத்தின் மறைவில், அந்த உன்னத பாறையாகிய கிறிஸ்துவின் மறைவில் நான் மறைக்கப்பட்டிருக்கிறேன். എന്റെ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ ചരിത്രപരമാക്ക 3000 അടി അവന് ശരീരത്തിൽ മൊത്തം അടിച്ചത് മണവാട്ടി എനിക്ക് അടികിട്ടാതിരിക്കാൻ കരുതിയാണ്. என் இயேசு கிறிஸ்துவுடைய சரீரத்திலே 3000க்கும் மேற்பட்ட அடிகளை அவர் பெற்றாரே, அதற்கு காரணம் என்ன? மணவாட்டியாகிய சபையின் மீது அந்த அடி படாமல் இருக்கு. ഹല്ലേലൂയ. Praise the Lord. തകർന്ന സ്ഥാനത്ത് ക്രിസ്തു തകർന്നു. நான் தகர்ந்த வேண்டிய இடத்திலே கிறிஸ்து எனக்காய் தகர்க்கப்பட்டார். ക്രിസ്തു മരിച്ചു. நான் இறக்க வேண்டிய இடத்திலே கிறிஸ்து எனக்காய் மரித்தார். நான் சாபமாக സ്ഥാനത്ത് ക്രിസ്തു ശാപമായി മാറി. நான் சாபமாக வேண்டிய இடத்திலே கிறிஸ்து சாபமானார். ആമേൻ. ഞാൻ തകരേണ്ട സ്ഥാനത്ത് ക്രിസ്തു തകർന്നു. நான் தகர வேண்டிய இடத்திலே கிறிஸ்து எனக்காய் தகர்க்கப்பட்டார். അത്രമാത്ര കരുണ സമ്പന്നനായിരുന്നു എന്റെ യേശു. அவ்வளவு பெரிய கருணை உள்ள தெய்வம் என்னுடைய இயேசு. അവന്റെ മണവാട്ടി എനിക്ക് ഒരു പോറൽ പോലും വരാൻ പാടില്ല. ഏത് മണവാള ക്രിസ്തുവിന്റെ ഏറ്റവും വലിയമായ ചിന്തയാണെങ്കിൽ, ആമേൻ, அந்த மணவாட்டியாகிய ஆமென் சபையாகிய ஆமென் கிறிஸ்து மணவாட்டியாகிய நான் ஒரு ஆமென் கரை கூட படாமல் அடி கூட படாமல் இருப்பதற்கு அதை குறித்து சிந்திக்கிறவராய் இருந்தார் என்னுடைய தெய்வமாகிய கிறிஸ்து. എന്നെ താമസിപ്പിച്ചിരിക്കുന്ന അവന്റെ ഇൻ ക്രൈസ്റ്റ്, എന്നെ ആ കർത്താവിന്റെ ഹൃദയത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. என்னை அவர் ஆமென் கிறிஸ்துவுக்குள்ளாக பிதாவுடைய இருதயத்துக்குள்ளாக என்னை தங்க வைத்திருக்கிறார். യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, യോഹന്നാൻ 6-ാം അധികാരത്തിൽ சொல்லப்படுகிறது, അവൻ എന്നിലും ഞാൻ അവനിലും എന്ന വാക്ക് പറയുന്നുണ്ട്. അവൻ എന്നിലും ഞാൻ അവനിലും എന്ന് சொல்லப்படுகிறது. ഞാൻ
இருக்கிறது. ക്രിസ്തുവിനകത്തും ക്രിസ്തു എന്റെ അകത്തുമാണ്. நான் கிறிஸ்துவுக்குள்ளேயும் கிறிஸ்து எனக்குள்ளாய் இருக்கிறார். നിങ്ങൾ പറ, ഇതിന്റെ ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പിനകത്ത് മൂന്നാമത്തെ ഒരു ശക്തി കയറി വന്ന നാണം കെട്ട് അതിന്റെ ഊപ്പാട് വരും. സ്വത്രം நானும் கிறிஸ்து என்று சொல்லக்கூடிய ஐக்கியதையிலே மூன்றாவது ஒரு வல்லமை கடந்து வரும் என்றால் நிச்சயமாக அது கேவலப்பட்டு நாரி ஓடி போகும். ഇനി ഞാൻ മൂന്നാമത്തെ ചിന്തയോട് പറഞ്ഞിട്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. மூன்றாவது ஒரு காரியத்தை சொல்லி ஜெபிக்க போகிறேன். നാം വായിച്ച വാക്യം ഇതാകുന്നു. നാം വാസിച്ച വചനം ഇപ്രകാരമായിരിക്കുന്നത്. കൃപയുടെ അത്യന്തതരം ക്രിസ്തയേശുവെന്ന നമ്മെക്കുറിച്ച് 2:6 വാക്യം. ക്രിസ്തയേശുവെന്ന നമ്മെക്കുറിച്ച് വാസനത്തിന്റെ തന്നെ കൃപയുടെ അത്യന്തതരം വരുംകാലം കാണിക്കരുത്. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. Praise the Lord. கிறிஸ்து இயேசுக்குள் நம்மை அவரோடு கூட எழுப்பி உன்னதங்களில் அவரோடு கூட உட்கார செய்து கிருபையினாலே விசுவாசத்தை கொண்டு ரட்சிக்கப்பட்டீர்கள். இது உங்களால் உண்டானதல்ல, இது தேவனுடைய ஈவு. ஒருவரும் பெருமை பாராட்டாதபடிக்கு இது கிரியையினால் உண்டானதல்ல. ഞാനിപ്പോൾ പാസ്റ്ററുമായിട്ട് ഇവിടെ കസേരയിരിക്കുകയാണ്. நான் பாஸ்டரோடு கூட ஒரு சேர்ல இருக்கிறேன். എന്നോടും ഞാൻ പാസ്റ്ററോട് കൂടെ ഇണഞ്ഞിരിക്കുകയാണ്. நான் பாஸ்டரோடும் பாஸ்டர் என்னோடு இணைந்து இருக்கிறார்கள். അങ്ങനെയാണെങ്കിൽ அப்படி என்றால் മൂന്നാമത്തെ 20ാമത്തെ വാക്യം വായിക്കാമോ? 3:20ാമത്തെ വാക്യം. 3:20ാമത്തെ വാക്യം. 3:20 வாசிப்போமாக. நாம் வேண்டிக் கொள்கிறதற்கும் நினைக்கிறதற்கும் மிகவும் அதிகமாய் நமக்குள்ளே கிரியை செய்கிற வல்லமையின்படியே நமக்கு செய்ய வல்லவராய் இருக்கிறார். ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കാത്ത കാലം അത്രയും ക്രിസ്തുവിന് ഒരു നന്മയും കിട്ടത്തില്ല. கிறிஸ்துவோடு நாம் இல்லாத பட்சத்தில் அந்த காலகட்டத்தில் ஒரு நன்மையை நாம் பெற முடியாது. മനസ്സിലാവുന്നുണ്ടോ? புரிகிறதா? പാപത്തിൽ നിന്ന് ഉയർപ്പിച്ച് ശാപത്തെ ഉയർപ്പിച്ച് എന്നെ ഇപ്പോൾ ഞാൻ പാസ്റ്റർ കൂടെ ഇരിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ കൂടെ ദൈവം ഇരുത്തി. பாவத்திலிருந்து சாபத்தில் என்னை உயிர்த்தெழ வைத்து இப்பொழுது பாஸ்டரோடு இருக்கிறது போல கிறிஸ்துவோடு என்னை உட்கார தேவன் வைத்தார். அப்ப பாஸ்டர் പറയാണ്, പാസ്റ്റർ എന്ത് ചോദിച്ചാലും ഞാൻ പാസ്റ്റർക്ക്. இப்ப பாஸ்டர் சொல்லுகிறாங்க, நீங்க என்ன கேட்டாலும் நான் உங்களுக்கு கொடுக்கிறேன். அப்ப യേശു പറയാണ്, നീ ചോദിക്ക. இயேசு சொல்லுகிறார், நீ கேள். അല്ലാതെ ക്രിസ്തുവിനെ വിട്ടിട്ട് ചോദിച്ച വല്ലതും கிடைக்குമോ? கிறிஸ்துவை தூரமாய் விட்டு ஏதாயிலும் கேட்போம் என்றால் கிடைக்குமா நமக்கு? എനിക്ക് പാസ്റ്ററോട് ഒരു ഇഷ്ടമില്ല. പാസ്റ്റർ എനിക്ക് 10 രൂപ തരണം. പാസ്റ്റർ വിട്ടോളാൻ പറയും. பாஸ்டரோடு கூட எனக்கு ஒரு ஐக்கியம் இல்லை, ஆனாலும் போய் எனக்கு ஒரு 10 ரூபா தாங்கன்னு கேட்டா அவர் சொல்றார், ஓடி போயிரு. ഇപ്പോഴത്തെ മനുഷ്യർ അങ്ങനെയാണ്. இப்போ உள்ள மனிதர் அப்படிதான். தேவ വരുമ്പോ ആവശ്യം വരുമ്പോ പാസ്റ്റർ എപ്പടി പാസ്റ്റർ എന്ന് ഭയങ്കര സ്നേഹം. ആവശ്യം ഇല്ലെങ്കിൽ പാസ്റ്റർ വേണ്ട. தேவை வரும்போது போதகரை எப்படி இருக்கீங்கன்னு சொல்லி விசாரிக்க வருவாங்க, தேவை இல்லாத பொழுது ஓடிடுவாங்க. ഇതുപോലെയാണ് ക്രിസ്ത്യാനികൾ. இது போல தான் கிறிஸ்தவர்கள். ആവശ്യം വരുമ്പോൾ യേശു വേണം, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ യേശു വേണ്ട. தேவை வரும்போது இயேசு வேண்டும், தேவை முடிந்ததனால் இயேசு வேண்டாம். അത് എഫെസോസ് സഭയ്ക്കില്ല. அது எபேசிய சபைக்கு இல்லாமல் இருந்தது. കർത്താവ് നീ എൻ്റെ കൂടെ ഇരുന്നാൽ നീ ചോദിക്കുന്നതും നീ നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിനക്ക് ഞാൻ വ്യാപരിക്കുന്ന അഭിഷേകം തരും. സ്തോത്രം. கர்த்தர் சொன்னார், நீ என்னோடு கூட இருந்தால் நீ கேட்பதற்கும் எண்ணுவதற்கும் நினைப்பதற்கும் அதிகமாக நான் உனக்கு தருவேன் என்று சொன்னார். ഞാൻ എൻ്റെ മെസ്സേജിന്റെ അവസാനത്തെ വാക്കിലേക്ക് വരികയാണ്. என்னுடைய செய்தியுடைய கடைசி வார்த்தைக்கு வருகிறேன். എന്നെ ദൈവം ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ என்னை தேவன் உயர்ப்பித்து பரலோக ராஜ்யத்தில் அமர்த்தி வைப்பார் என்றார். എന്റെ ചിന്തയ്ക്ക് അപ്പുറമായി എന്നെ ഉയർത്തി മാനിക്കാൻ എന്റെ യേശുവിന് അവന് താല്പര്യമുണ്ട്. என்னுடைய எண்ணத்திற்கு மேலாக தேவன் என்னை உயர்த்தி கனப்படுத்த அவருக்கு வாஞ்சை உண்டு. വിശ്വസിക്കുന്നവർ കരമടിക്കാമോ? விசுவாசிക്കുന്ന கரங்களை தட்டி நல்ல சத்தமாய். പോരാ 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 போதாது போதாது. ക്രിസ്തുവിനകത്ത് സ്വർഗ്ഗരാജ്യത്തിൽ ഞാൻ ഒരു ചെറിയ ചിന്ത കൂടി വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ஒரு சின்ன காரியத்தை வாசித்து ஆமென் நினைப்பூட்டி கடந்து செல்ல விரும்புகிறேன். അതിനകത്ത് ഒരു കാര്യം ആ ഉപാഗമായി ആവർത്തന പുസ്തകം 8:8 വാക്യം ഒന്ന് വായിക്കാം. 8:8 വാക്യം വേഗത്തിൽ. 8:8 വാക്യം. உபாகமம் 8:8 வாசிப்போம். പെട്ടെന്ന് വായിക്കണം. 8:8. அது கோதுமையும் வார்கோதுமையும் திராட்சை செடிகளும் அத்திமரங்களும் மாதுளை செடிகளும் உள்ள தேசம். அது ஒலிவ மரங்களும் எண்ணெயும் தேனும் உள்ள தேசம். அது தாழ்ச்சி இல்லாமல் அப்பம் புசிக்கத்தக்கதும் ஒன்றும் உனக்கு குறைபடாதுமான தேசம். அது கல்லும் இருப்புமாய் இருக்கிறதும் செம்பு வெட்டி எடுக்கத்தக்க மலைகள் உள்ளதுமான தேசம். ஆகையால் நீ புசித்து திருப்தி அடைந்திருக்கையில் ഇത് കനാൻ ദേശത്തെ കുറിച്ച് പറഞ്ഞ വെളിപ്പാടാണ്.
இது கானான் தேசத்தை குறித்த வெளிப்பாடு. അത് ഞാൻ വെളിപ്പാട് നിത്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. இந்த வெளிப்பாடை ஆமென் பரலோக ராஜ்யத்துக்கு நான் கொண்டு செல்கிறேன். ഒരു വാക്യം കൂടെ 106 സങ്കീർത്തനത്തിന്റെ 24ാമത്തെ വാക്യം. 106ന്റെ 24ാമത്തെ വാക്യം. 106:24 വചനത്തെ കൂടെ വായിച്ചു. വായിച്ചു. നോട്ട് ചെയ്തിട്ട് വായിച്ചു. വേഗത്തിൽ വായിച്ചു. സ്തോത്രം. 106:24 വാസിക്കുക. ஸ்தோத்திரம். Praise the Lord. அவருடைய வார்த்தையை விசுவாசியாமல் ரட்சிக்கப்படத்தக்க தேசத்தை அசட்டை பண்ணினார்கள். அவருடைய வார்த்தையை விசுவாசியாமல் இச்சிக்கப்படத்தக்க தேசத்தை ഇച്ഛിക്കപ്പെടത്തക്ക ദേശത്തെ അസട്ടை பண்ணினார்கள். ഇതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ദൈവം മനോഹര ദേശം തന്നപ്പോൾ ദേവൻ മനോഹര ദേശത്തെ അവർ തള്ളിക്കളഞ്ഞു. தேவன் அழகான நல்ல தேசத்தை தந்த பொழுது அதை புறக்கணித்தார்கள். ദൈവമക്കളെ, സ്വർഗ്ഗം ഒരു മനോഹര രാജ്യമാണ്. பரலோகம் ஒரு அருமையான தேசம். കരമുയർത്തി പറഞ്ഞാൽ സ്വർഗ്ഗം ഒരു മനോഹര രാജ്യമാണ്. சொர்க்கம் ஒரு பரலோகம் நல்ல ஒரு தேசம். ഒന്നുകൂടെ മാത്രം സ്വർഗ്ഗം ഒരു നല്ലൊരു ദേശമാണ്. பரலோகம் நல்ல ஒரு தேசம். പക്ഷെ ആ നല്ല ദേശത്തെ അവൻ ഗൗനിച്ചില്ല. அந்த நல்ல தேசத்தை அவர்கள் சிந்தையில் வைக்கவில்லை. അതിനു പോലെ സാത്താൻ പറയും പോലെ കേൾക്കേണ്ടി വന്നു. அவர்கள் பிசாசு சொல்வது போல கேட்க ஆரம்பித்தார்கள். അതിന് നമ്മൾ പറയുന്ന വാക്കാണ് റിപ്പന്റൻസ്. ആ രാജ്യത്തിലേക്ക് തിരിച്ചു വരിക. ஆமென். அதற்கு நாம் சொல்லக்கூடிய ஒரு வார்த்தை தான் மனம் திரும்புதல். அந்த வார்த்தையை நோக்கி கடந்து வருவோமாக. നാലാമത്തെ രാത്രി ആത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. இந்த நாலாவது ராத்திரி ஆவியானவர் பேசுகிறார். അവർ ഈ മനോഹര ദേശത്തെ തള്ളിക്കളഞ്ഞപ്പോൾ அவர்கள் இந்த நல்ல தேசத்தை புறக்கணித்த பொழுது ഞാൻ ആ നല്ല ദേശത്തെ സ്വീകരിക്കുകയാണ്. நான் அந்த நல்ல தேசத்தை பெற்றுக்கொள்கிறேன். കരമടിച്ചു പറഞ്ഞാട്ടെ. கரமடித்து சொல்லுங்க. അവർ ആ നല്ല ദേശത്തെ തള്ളിക്കളഞ്ഞപ്പോൾ அவர்கள் நல்ல தேசத்தை புறக்கணித்தார்கள். പക്ഷേ ഇന്ന് രാത്രി സന്ദേശിക്കുന്ന ദൈവമക്കൾ ആ നല്ല ദേശത്തെ സ്വീകരിക്കുകയാണ്. இன்றைக்கு ராத்திரி தேவ பிள்ளையே நீங்கள் சொல்லுங்க, அந்த நல்ல தேசத்தை நாங்கள் சுகந்தரிக்கிறோம். പിതാവാം ദൈവത്തിന്റെ രാജ്യം, பிதாவான தேவனுடைய ராஜ்யம், പുത്രനായ യേശുവിന്റെ രാജ്യം, குமாரனாகிய இயேசுவுடைய ராஜ்யம், പരിശുദ്ധാത്മാവിന്റെ രാജ്യം, பரிசுத்த ஆவியானுடைய ராஜ்யம், വിശുദ്ധന്മാരുടെ രാജ്യം, பரிசுத்தருடைய ராஜ்யம், ദൂതന്മാർ അധിവസിക്കുന്ന രാജ്യം, தூதர்கள் குடிകൊള്ളുகிற ராஜ்யம், 144,000 വിശുദ്ധന്മാർ ഉലാകുന്ന ദേശം, 144,000 பரிசுத்தர்கள் வாழ்கிற ராஜ்யம், വിശുദ്ധന്മാരുമായിട്ട് സന്ദേശിക്കുന്ന സമ്മേളനം, அவர்கள் பரிசுத்தர்கள் வாழ்கிறதான தேசம். ഈ മനോഹര രാജ്യത്തെ ദൈവമക്കൾ കൈവശമാക്കണമെന്നാണ് ഇന്ന് രാത്രി ഈ ദൂതൻ ഏറ്റവും വലിയ കാതലായ ലക്ഷ്യമായിരിക്കുന്നത്. இந்த ராஜ்யத்தை நீங்கள் பெற்றுக்கொள்ள வேண்டியதுதான் இந்த செய்தியினுடைய ஆமென் അർത്ഥമായിരിக்கிறது. ഇന്ന് രാത്രി അതിന് വേണ്ടുന്നത് മാനസാന്തരമാണെങ്കിൽ, இன்றைக்கு அதற்கு வேண்டியது ரட்சிப்பு என்றால், ആമേൻ, നരകത്തിലേക്ക് പോകരുത്. ഈ മനോഹര ദേശത്ത് പോകണം. നരകം കെട്ട രാജ്യമാണ്. ഈ ദൈവരാജ്യം മനോഹര രാജ്യമാണ്. நரகம் ஆமென் அது பொல்லாத கெட்ட ராஜ்யமாய் இருக்கிறது. ஆகவே இந்த நல்ல தேசத்துக்குள்ளே பிரவேசிக்க கடந்து வாருங்கள். ഇന്ന് രാത്രിയിൽ ആ ചിന്തഗതിയിലേക്ക് ദൈവസഭയെ പരിശുദ്ധാത്മ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. இன்றைக்கு ராத்திரி அந்த சிந்தையிலே தெய்வ சபையை ஆண்டவர் பரிசுத்த ஆவியானவர் கொண்டு வருவாராக. ഒരു നിമിഷം ദൈവമക്കൾ ഒന്ന് നിൽക്കാം.